Debate with Dr. Arun Kumar. വയനാട് DCC ട്രഷറുടെയും മകന്റെയും ആത്മഹത്യയിൽ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. അടിമുടി കോൺഗ്രസ് ആയിരുന്നു വിഷം കഴിച്ച് ജീവനൊടുക്കിയ NM വിജയനും മകനും. മരണാനന്തരവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ ആ കോൺഗ്രസ് പ്രവർത്തകൻ കാണിച്ച ജാഗ്രതയും കടപ്പാടും പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചു കാട്ടിയില്ല. കത്ത് വായിച്ചു കേട്ടിട്ടും തുറന്നു നോക്കിയില്ലെന്ന് KPCC പ്രസിഡന്റ് കള്ളം പറഞ്ഞത് എന്തിനാണ്? കോൺഗ്രസ് നേതാക്കൾക്കും ലീഗൽ സെല്ലിനും അറിയാവുന്ന വിഷയം, കോൺഗ്രസ് ആഴത്തിൽ ചർച്ച ചെയ്ത വിഷയം, ചിലരെങ്കിലും തൂങ്ങുമെന്ന് KPCC പ്രസിഡന്റിന് അറിയാമായിരുന്ന വിഷയം തനിക്കറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഉരുണ്ട് കളിച്ചത് എന്തിനാണ്? കത്ത് പുറത്തുവിട്ടപ്പോൾ കുടുംബം ഭീഷണിപ്പെടുത്തി എന്ന് പ്രതിരോധം ആരെ രക്ഷിക്കാനാണ്? കുടുംബത്തിന്റെ മേൽ മെക്കിട്ട് കയറി അന്തവും കുന്തവും ഇല്ലാത്തവർ എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മഹത്യാക്കുറിപ്പിൽ കാരണക്കാർ എന്ന് വിജയൻ ആരോപിക്കുന്ന IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും നവീൻ വധക്കേസിൽ PP ദേവിക്ക് ലഭിക്കാതെ പോയ പരിരക്ഷ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കളും മാത്രമായിരിക്കും. ഈ സാഹചര്യത്തിൽ എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കാൻ അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാകണം. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു സത്യമാണെന്നൊന്നുമില്ല. കത്ത് തുറന്നു നോക്കി വായിക്കുകയും ചെയ്തു. 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇപ്പം തന്നെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ 2 പ്രമുഖ നേതാക്കളിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിഥികളായി പത്മജ M, N വിജയന്റെ മരുമകൾ നമുക്കൊപ്പം ചേരും. K റഫീഖ് CPM വയനാട് ജില്ലാ സെക്രട്ടറി, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവർ. ആദ്യം ജോർജ് പൊടിപ്പാറയിലേക്ക്. ജോർജ് പൊടിപ്പാറ, ഇന്നിപ്പോൾ അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ കോൺഗ്രസ് പാർട്ടിയെ? ഈ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യക്ക് ഉത്തരവാദി ആരാണ്? ഡോക്ടർ അരുൺ, ഇതിനകത്ത് ഈ കത്ത് വായിക്കുമ്പോൾ അതിനാരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ചൊരു മറുപടി കത്തിൽ തന്നെയുണ്ട്. അതായത് അദ്ദേഹം അതിൽ കൃത്യമായ ചിലരുടെ പേരുകൾ പറയുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പേര് പറയുന്നു. അതുപോലെ തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ പേര് പറയുന്നു. വേറെയും ചിലരുടെ പേരുകൾ പറയുന്നു. ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവരൊക്കെയാണ് ഈ പണം വാങ്ങാൻ, അതായത് ഈ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഈ പണം വാങ്ങാൻ പ്രേരിപ്പിച്ചതും അവർക്ക് വേണ്ടിയാണ് ഈ പണം വാങ്ങിയതും വാങ്ങിയ പണം കൈമാറിയത് അവർക്കാണെന്നും ശ്രീ NM വിജയൻ പറയുന്നു. ആ കത്ത് വായിക്കുമ്പോഴും അതിനു മുമ്പ് NM വിജയനെ കുറിച്ചുള്ള അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഒക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ സ്നേഹിച്ച ഒരു പരിധി വരെ ഒരു ശുദ്ധാത്മാവായ മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ ഈ നേതാക്കൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ചോദിക്കും, എന്നെ കൊണ്ട് എന്തിനാ മേടിപ്പിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അങ്ങ് വാങ്ങിച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിക്കൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം അദ്ദേഹം ഈ പണം വാങ്ങുന്നു. ആ പണം അദ്ദേഹം വാങ്ങിയ പണം അദ്ദേഹം ഇവർക്ക് കൊടുക്കുന്നു. അതിൽ നിന്ന് IC ബാലകൃഷ്ണൻ 5 ലക്ഷം വാങ്ങിയതിൽ 2 ലക്ഷം തിരികെ കൊടുത്തു വന്നു. അത് 5 ലക്ഷമാണോ 7 ലക്ഷമാണോ വാങ്ങിയതിൽ 2 ലക്ഷം തിരികെ കൊടുത്തു. ബാക്കി പണം കൊടുത്തില്ല എന്ന് പറയുന്നു. ND അപ്പച്ചന്റെ കാര്യത്തിൽ 10 ലക്ഷം കൊടുത്തു, അവരൊന്നും തിരികെ കൊടുത്തിട്ടില്ല. അതിപ്പോ എത്ര വലിയ 62 ലക്ഷമോ അല്ലെങ്കിൽ 32 ലക്ഷമായിട്ട് വളർന്നു എന്നൊക്കെ പറയുന്നു. മറ്റുള്ള നേതാക്കളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ കത്ത് വായിക്കുമ്പോൾ അദ്ദേഹം അവസാനം പറയുന്നത് വളരെ ഹൃദയസ്പർശിയായ വാക്കുകളാണ്. വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് മറ്റൊരു മാർഗവുമില്ല. എൻ്റെ കുടുംബത്തെയെങ്കിലും, ഇനി എൻ്റെ കൊച്ചുമക്കളെയും, ഇനി എൻ്റെ അവശേഷിക്കുന്ന മക്കളെയെങ്കിലും നിങ്ങൾ സംരക്ഷിക്കണം. പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. മാത്രമല്ല, ആ കത്ത് അദ്ദേഹം നേരിട്ട് പോലീസിന് കൊടുക്കുകയൊന്നുമല്ല ചെയ്തത്. അദ്ദേഹം ആ കത്ത് മക്കൾക്ക് കൊടുത്തിട്ട് ഒരു നിശ്ചിത സമയം എടുത്തിട്ട് ആ കത്ത് നേതാക്കൾക്ക് കൊടുത്ത് ആ നേതാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ, അത് കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞിട്ടേ ഈ കത്ത് പോലീസിന് കൊടുക്കാവൂ എന്നൊക്കെ പറയുമ്പോൾ
അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പാർട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, നേതാക്കളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചു. പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാനോ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ എത്തിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്. പ്രസ്ഥാനത്തെ വളരെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു നല്ല മനുഷ്യൻ. 10-50 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഒരു പരിധിവരെ കുട്ടികളെയും കുടുംബത്തെയും പോലും മറന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ എന്നതാണ് സത്യം. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർക്ക് നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്നിരുന്നു, അവർ അന്വേഷണം നടത്തിയിരുന്നു, അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷെ കൃത്യമായ ഒരു ആക്ഷൻ നടന്നിരുന്നില്ല. ഇപ്പോ കെ സുധാകരൻ പറയുന്നത് ഈ കത്ത് അടുത്ത് വന്നു, ഞാൻ കണ്ടു, പക്ഷെ ഞാൻ വായിച്ചില്ല, വീട്ടിലിരിക്കുന്നുണ്ട്, അതിനകത്ത് എന്താ ഉള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ജോർജ് പൊടിപ്പാറ, അത് കുടുംബം പറഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞുപോയി. ആ കത്ത് നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് കേൾപ്പിച്ചതാണ് ഈ വിജേഷ്. അത് കേട്ടിട്ടാണ് KPCC പ്രസിഡന്റ് പറയുന്നത് കത്ത് വീട്ടിൽ വന്നിരിപ്പുണ്ട്, ഞാനത് തുറന്നു നോക്കിയിട്ടില്ല എന്ന്. ഒരു ആത്മഹത്യാക്കുറിപ്പ് തുറന്നു വായിച്ചിട്ടും അത് കേട്ടിട്ടും എന്തിനാണ് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയോട് KPCC പ്രസിഡന്റ് കള്ളം പറഞ്ഞത്? ഈ വിഷയം പാർട്ടി ആഭ്യന്തരമായി അനൗപചാരികമായി അന്വേഷിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. ഈ വിഷയം അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നടിച്ചത് എന്തിനാണ്? അത് നേരത്തെ, അതിനുശേഷം ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവരെൻ്റെ അടുത്ത് വന്നിരുന്നു, ആ കത്ത് മുഴുവൻ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്, ഒരു പക്ഷേ ഈ കണക്ക് ആയിരിക്കാം, ഈ പണം കൊടുത്തതിൽ ഈ ഇത്ര വലിയ തുക ആയത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം, കുടുംബത്തിനൊന്നും അറിയില്ല, അവർക്ക് മാത്രമല്ല ജോർജ് പൊടിപ്പാറ, ആ കത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ആരോടും പങ്കുവെക്കാത്തത്. ഇങ്ങനെ ഇത്രയും ആത്മാർത്ഥമായ പാർട്ടിയെ സ്നേഹിച്ച NM വിജയനോട് തരിമ്പെങ്കിലും കടപ്പാടും നന്ദിയും ഈ പാർട്ടി കാണിച്ചു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് ND അപ്പച്ചനല്ലാതെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സഞ്ജയനത്തിനൊരു നേതാവ് അവിടെ എത്തിയിട്ടില്ല. സഞ്ജയനം കഴിഞ്ഞ് KPCC പ്രസിഡന്റിന് കത്ത് കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു, വായിച്ച് കേൾപ്പിച്ചു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല, അവരെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല. പാർട്ടി അവരോട് നന്ദികേട് കാട്ടിയോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. നമുക്കിപ്പോ ഇതിനകത്ത് പാർട്ടി ചെയ്തത്, അതായത് KPCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ വല്ലാത്തൊരു ഒരു അവഗണനയുണ്ട്. കാര്യം അവസാനം അദ്ദേഹം ഇത് പറഞ്ഞ് ഞാൻ വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്നുണ്ട് അത് ആരായാലും ശരി, എത്ര കൊമ്പത്തെ പുള്ളിയായാലും ശരി, വെറുതെ വിടില്ല, അവർ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വാചകത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് പുറത്തു വന്നു. അദ്ദേഹം ഒന്നുകിൽ അത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ഞാനത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് മുഴുവൻ വായിച്ച് കേട്ടു എന്ന് ഇദ്ദേഹത്തിന്റെ ശ്രീ NM വിജയന്റെ മകൻ പറയുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഞാൻ കണ്ടില്ല, വായിച്ചില്ല, അത് വീട്ടിൽ കിടക്കുന്നുണ്ട്, ഞാനത് വായിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു KPCC പ്രസിഡന്റ് അതിനെ വളരെ നിസാരവൽക്കരിച്ചു. ഒരു മനുഷ്യന് ഒരു DCC ട്രഷറർ 50 വർഷക്കാലം പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, കുടുംബത്തെ പോലും മറന്നൊരു മനുഷ്യന്റെ കാര്യത്തിൽ ഇത്രയും ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു നിസാരത അല്ലെങ്കിൽ തീരെ ഗൗരവമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഒരു KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു വാക്കുകളല്ല അത്. ഞാൻ തിരികെ വരാം ശ്രീ ജോർജ് പൊടിപ്പാറ. ഞാൻ ഒന്ന് റഫീഖിലേക്ക് കൂടി പോയി വരട്ടെ. റഫീഖ്, നോക്കൂ, കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി ഈ DCC ട്രഷറിയുടെ ആത്മഹത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചില പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നതിനുമപ്പുറം വ്യാപകമായ പ്രതിഷേധമൊന്നും കാണുന്നില്ല. പക്ഷേ എങ്കിലും അറിയേണ്ടത്, ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു അച്ചടക്ക സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി ഈ വിഷയം പഠിച്ച് എന്താണ്, ആർക്കാണ് കുറ്റം സംഭവിച്ചത്, ആ വിഷയം പഠിച്ച് അവർക്കെതിരെ നടപടിയെടുക്കും. ഏത് കൊമ്പനാണെങ്കിലും വെറുതെ വിടില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ റഫീഖ്? എങ്ങനെയാണത് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? നിങ്ങൾ നോക്കൂ, ഈ വിഷയം വന്ന് ഇത്ര ദിവസമായിട്ടും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ എന്താണ്? ആദ്യം മുതൽ തന്നെ ഇത് വ്യാജരേഖ ചമച്ചതാണ് എന്ന രൂപത്തിൽ പറയുന്ന നിലപാട് സ്വീകരിച്ചു. അത് പിന്നീട് വസ്തുതയല്ല എന്ന് വ്യക്തമാവുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നേരത്തെ തന്നെ KPCC നേതൃത്വത്തിന് ശ്രീമാൻ NM വിജയേട്ടൻ അയച്ചിട്ടുള്ള കത്ത് പുറത്തു വന്നു. അതിനെയും നിഷേധിക്കുന്ന നിലപാടാണല്ലോ ആ ഘട്ടത്തിൽ അവർ സ്വീകരിച്ചത്. പിന്നീട് ചില ആളുകൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത പണത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും അതേ നിലപാട് അവർ ആവർത്തിച്ചു. പൊതുയോഗം നടത്തി IC ബാലകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രകടനം നടത്തി കുറ്റക്കാരനായ IC ബാലകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിന് ചില നേതാക്കന്മാർ അങ്ങോട്ട് കടന്നെത്തുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് മരിച്ച വീട്ടിലേക്ക് NM വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ട്രഷറർ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ മകനും മരണപ്പെട്ടിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ KPCCയുടെ പ്രസിഡന്റ് തയ്യാറായോ?
പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമുന്നതനായ നേതാവ് തയ്യാറായോ? അത് ആ നിലയിൽ അങ്ങേയറ്റം അവഗണിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. പിന്നീട് ഇപ്പോൾ കത്ത് പുറത്തു വന്നു. ഞാൻ ചോദിക്കട്ടെ, എന്ത് അന്വേഷണമാണ് ഇവർ നടത്തേണ്ടത് ഇനി? ഇതിൽ പരം എന്ത് തെളിവാണ് പുറത്തു വരാനുള്ളത്? മരിച്ച NM വിജയേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർക്കൊക്കെയാണ് പണം കൊടുത്തത്, ആരൊക്കെയാണ് തരാനുള്ളത്, അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം നേതൃത്വത്തെ സമീപിച്ചതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ വളരെ വിശദമായി അദ്ദേഹം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മരണം എൻ്റെ മാനസികമായ പ്രയാസം കൊണ്ട്, ഈ ജീവിതത്തിൽ അനുഭവിച്ച ഈ പ്രയാസം കൊണ്ട് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ എൻ്റെ മാനസിക പ്രയാസം കൊണ്ട് ഞാൻ മരണത്തിനിരയാകേണ്ടി വന്നാൽ അതിന് ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ നേതാക്കളാണ്. അതായത് IC ബാലകൃഷ്ണൻ MLA ആണ്, ഇപ്പോഴത്തെ DCCയുടെ അധ്യക്ഷൻ ND അപ്പച്ചനാണ്, അതുപോലെ തന്നെ KK ഗോപിനാഥാണ്. കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ അത്രമാത്രം, നിങ്ങൾ എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനെ അവസാന മരണസമയത്ത് പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു പറയാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ആദ്യം അറിയിക്കണമെന്ന് പോലും പറഞ്ഞുകൊണ്ട് അത്രയേറെ വിശ്വാസത്തിലെടുത്തൊരു മനുഷ്യൻ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന ആളുകളാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. വിജിലൻസോ ക്രൈംബ്രാഞ്ചോ IC ബാലകൃഷ്ണന്റെ മൊഴി ഇതുവരെയും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിടുന്നത് 28-ാം തീയതിയും 29-ാം തീയതിയും നമ്മൾ വാർത്ത പുറത്തുവിടുന്നു. അന്ന് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട പീറ്റർ മാസ്റ്ററിൻ്റെ ആണെങ്കിലും ഈ NM വിജയൻ എഴുതിയ കത്തിൻ്റെ ആണെങ്കിലും പകർപ്പുകളെ നിരാകരിക്കുകയാണ് IC ബാലകൃഷ്ണനും കോൺഗ്രസ് നേതൃത്വവും ചെയ്തത്. ഈ വിഷയത്തിലുള്ള അന്വേഷണം മെല്ലെ പോകുന്നുണ്ടോ? ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്ന കേസാണ്. നേരത്തെ PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കാണാനില്ല. അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അതിന് കോൺഗ്രസ് പ്രതിനിധികൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോട് ചോദിക്കുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ എങ്കിലും എനിക്കറിയേണ്ടത്, പോലീസും വിജിലൻസും നടപടിയെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര സമിതി ഈ വിഷയം അന്വേഷിക്കാൻ 8-ാം തീയതി എത്തുകയാണ്, നാളെ. ഞാൻ പറയട്ടെ, ഇതുപോലെ മുമ്പ് നേരത്തെ KPCCയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ ചില അന്വേഷണങ്ങൾ നടത്തിയെന്ന്. ആ അന്വേഷണത്തിൻ്റെ എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അന്വേഷണത്തിൻ്റെ റിസൾട്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ പുറത്താക്കുകയും അഴിമതിക്ക് കൂട്ടുനിന്ന IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ മുമ്പ് സ്വീകരിച്ചത്? KPCCയുടെ അധ്യക്ഷന് നേരത്തെ 2021 NM വിജയേട്ടൻ നൽകിയ കത്ത് പ്രകാരം അവർ ആ നടപടി സ്വീകരിക്കാൻ തയ്യാറായോ? അന്നും ആ കത്ത് കിട്ടിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പം എന്ത് അന്വേഷണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ. പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലുകളും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മൊഴിയെടുക്കലും എല്ലാം നടക്കുന്നുണ്ട്. കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. അന്വേഷണം മുന്നോട്ട് പോകുന്ന വേളയിൽ തീർച്ചയായും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ തെറ്റുകാർ, ഈ ക്രൂരത ചെയ്തവർ നിയമത്തിന് മുമ്പിൽ വരുമെന്ന കാര്യം സംശയമില്ല. ഇവിടെ വിഷയം എന്താണ്? ഇത്രയും വ്യക്തമായി കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം രാജിവെക്കുന്നില്ല? അദ്ദേഹത്തെ മാറ്റി നിർത്താൻ KPCC നേതൃത്വം തയ്യാറാകുന്നില്ല. ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയല്ലേ? KPCCയുടെ അധ്യക്ഷൻ കിട്ടിയ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യൻ്റെ മകൻ പോയി കത്ത് കൊടുക്കുമ്പോൾ ആ കത്ത് മേശപ്പുറത്തിട്ടുണ്ട് വായിച്ചിട്ടില്ല എന്ന് പറയാൻ KPCC പ്രസിഡന്റിന് സാധിക്കുന്നുവെങ്കിൽ ഇവരാരെക്കുറിച്ചാണ് അന്വേഷണം നടത്തുക? ഇവരാരുടെ കൂടെയാണ് എന്നത് വളരെ വ്യക്തമാണല്ലോ. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് പറയും, നിങ്ങൾ കേട്ടല്ലോ, മക്കൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുകയാണ്. അതാണ് NM വിജയേട്ടൻ കത്തിൽ അന്ന് തന്നെ സൂചിപ്പിച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സംരക്ഷിക്കണം, എൻ്റെ അവശേഷിക്കുന്ന മകനെ സംരക്ഷിക്കണം, അവരെയും ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകണം, നിയമനം നൽകാത്തതിനാൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതേ NM വിജയൻ KPCC പ്രസിഡന്റിന് കത്തയച്ചിരുന്നു 2021. ഇത് ഇന്നലത്തെയോ മാത്രം വിഷയമല്ല. 3 വർഷം മുൻപ് വന്ന ആ കത്തിൽ പോലും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതാണ് പ്രതിപക്ഷ നേതാവ് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. തനിക്കൊന്നും അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഈ കത്ത് താൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് KPCC പ്രസിഡന്റും നിലപാടെടുക്കുന്നു. 2021 KPCC പ്രസിഡന്റിന് കത്തയച്ചിട്ടുണ്ട്. അതാണ്
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേരത്തെ NM വിജയേട്ടൻ KPCC കൊടുത്ത കത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2021 കൊടുത്ത കത്താണ്. ആ കത്ത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കത്തിൻ്റെ ഭാഗമായി നാളിതുവരെ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ല. ആ കത്ത് പരിഗണിച്ച് അന്ന് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അഴിമതി കയ്യിലുണ്ടായിരുന്ന അഴിമതി പണം വാങ്ങി തിരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ശ്രീമാൻ NM വിജയേട്ടൻ ഇന്നിങ്ങനെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CPIM ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യയോ ഇത് സാധാരണഗതിയുള്ള മരണമോ അല്ല, ഇത് പകരം ഇരട്ട കൊലപാതകമാണ്. കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. ആ നിലയിലാണ് ഇതിനെ കാണേണ്ടത്. കേരളത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ് ഈ കത്തെഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവരിപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? CPIM-ൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനോ എഴുതി വെച്ച കത്തല്ല ഇത്. DCCയുടെ ട്രഷററായിട്ടുള്ള പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച NM വിജയേട്ടൻ എഴുതി വെച്ച കത്താണല്ലോ ഇത്. എന്നിട്ടും ഇപ്പോഴും അവർ അന്വേഷണത്തെക്കുറിച്ചും അവരറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ പറയുമ്പോൾ ഇത് ആര് വിശ്വാസത്തിലെടുക്കാനാണ്? പ്രതിപക്ഷ നേതാവിന് ഇന്നത്തെ വാചകം നിങ്ങൾ നോക്കൂ. ആ കുടുംബത്തെ അവഹേളിക്കുന്ന നിലയിലല്ലേ പറഞ്ഞത്? അവർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുകയല്ലേ? ഈ രൂപത്തിൽ ഒരു നീതിയും ഇത്രയും നാൾ കോൺഗ്രസിൻ്റെ നേതൃത്വം NM വിജയേട്ടനോട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ആ കുടുംബത്തോടും അങ്ങേയറ്റത്തെ ക്രൂരതയും അനീതിയും കാണിക്കുകയാണ്. ഞാൻ നേരത്തെ ഒറ്റ കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM അതിൽ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിൽ നേരിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കുറിപ്പുകളോ മറ്റോ ഒന്നുമില്ല. ആ ഘട്ടത്തിൽ പോലും CPIM സ്വീകരിച്ചൊരു ധാർമ്മികമായ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ആ രൂപത്തിൽ MLAക്ക് മാറി നിൽക്കാൻ തയ്യാറാവാത്തത്? ഒരു നിമിഷം തുടരണം. നമുക്കൊപ്പം മുൻ ട്രഷറർ കൂടിയായ KK ഗോപിനാഥൻ്റെ പേര് ഈ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ KK ഗോപിനാഥൻ, നിങ്ങൾക്കെതിരെയാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പേരെഴുതി വെച്ചിരിക്കുന്നത്. ആ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിങ്ങളിലേക്കാണ് വരുന്നത് എന്നതാണ് CPM-ന്റെ ആരോപണം. എന്താണ് പ്രതികരണം? അത് ആത്മഹത്യാക്കുറിപ്പ് അല്ലല്ലോ എന്റെ പൊന്നു സുഹൃത്തെ, അല്ലേ? ആത്മഹത്യാക്കുറിപ്പല്ല, അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു കത്താ. ആ കത്തിന്റെ അകത്ത് പരാമർശിക്കുന്ന കുറെ ആളുകൾക്ക് പൈസ കൊടുക്കാണ്ടെന്നൊക്കെ പറയുന്നല്ലോ. ആ പൈസ ഒരു വർഷത്തിന് മുമ്പേ കൊടുത്ത് കിറ്റി പോയിട്ടുള്ള റെസീറ്റ് എന്തെങ്കിലും ഒറിജിനൽ റെസീറ്റ് എന്തെങ്കിലും പിന്നെ എങ്ങനെ ആത്മഹത്യാക്കുറിപ്പാകുന്നത്? അല്ല, ഈ കത്ത് എഴുതിയത് അതായത് ഈ കുടുംബം പറയുന്നത് പോലെ വിഷയമല്ല. KPCC പ്രസിഡന്റ് അയക്കാനായിട്ട് പുള്ളിയുടെ മകനെ ജോലിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അയക്കാനായിട്ട് കണ്ടിട്ട് പുള്ളിക്ക് പണ്ട് ചെലവാക്കിയ കാര്യമൊക്കെ എഴുതിയത് അതൊക്കെ കൊടുത്തു തീർത്തതാ പൈസ. അതിനുള്ള രേഖ എന്തെങ്കിലും ഉണ്ട്? അതായത് ഈ കത്തിൽ പറയുന്നത് പോലെയുള്ള പണമിടപാടുകളെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതാണ് എന്നാണ്. അതായത് എത്ര രൂപയാണ് ശ്രീ KK ഗോപിനാഥൻ ആ അർത്ഥത്തിൽ കൊടുക്കാനുണ്ടായിരുന്നത്? ഇതിൽ പറയുന്നത് ഞാൻ ആർക്കും കൊടുക്കാനില്ല. പിന്നെ NM വിജയന് DCC ട്രഷറർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം തന്നിരുന്നു. അതനുസരിച്ച് ഒരു രാധാകൃഷ്ണൻ എന്ന ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസ എല്ലാം കൊടുത്തു തീർത്തു. അത് നിങ്ങൾ രാധാകൃഷ്ണനോട് വിളിച്ചു ചോദിക്കും കൊടുത്തു തീർത്തൊന്ന്. അങ്ങനെ ഓരോരുത്തരുടെ കാര്യം എടുത്താൽ ആ പൈസ എല്ലാം കൊടുത്തു തീർക്കാൻ രേഖ എന്തെങ്കിലും ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരും. ഓക്കെ, അതായത് ഈ വിഷയത്തിൽ 65 ലക്ഷം രൂപയുടെ കടം തനിക്ക് വന്നിട്ടുണ്ട്. അത് 32 ലക്ഷം രൂപ പാർട്ടിക്ക് വേണ്ടിയിട്ട് താൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണാണ്. അതായത് 2013 BJPയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി അന്ന് BJPയിലെ ഒരു നേതാവിനോ മറ്റോ 10 ലക്ഷം രൂപ കൊടുക്കുന്നതടക്കം അതിനു വേണ്ടി എടുത്ത പണമാണ്. അത് ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർന്ന് 65 ലക്ഷം രൂപയായിരിക്കുന്നുവെന്നാണ്. അങ്ങനെ ഒരു ബാധ്യത പാർട്ടിക്ക് വേണ്ടി ട്രഷററായിരുന്ന NM വിജയൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് പറയാനാവില്ല. അതൊന്ന് അന്നത്തെ DCC പ്രസിഡന്റ് ചോദിക്കണം. ഞാനുമായിട്ട് ബന്ധമില്ലല്ലോ. അല്ല, പക്ഷെ ഇതിൽ അന്ന് അങ്ങനെ അത്രയും ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എനിക്കറിയത്തില്ല. ആ വിവരം താങ്കൾക്ക് അറിയില്ല? അറിയില്ല. ഈ BJP നേതാവിന് കൊടുത്ത പണത്തിന്റെ കാര്യത്തിലുള്ള വിവരവും താങ്കൾക്കറിയില്ല? എനിക്കറിയില്ല. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പണമിടപാടുമായി ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പക്ഷെ താങ്കൾക്ക് കൂടി അറിയാമായിരുന്നു ഈ നിയമനങ്ങളിൽ പണം വാങ്ങുന്ന കാര്യമെന്നാണ് NM വിജയന്റെ കുടുംബം പറയുന്നത്. അല്ല, കുടുംബം അങ്ങനെ പറയാമല്ലോ. യഥാർത്ഥത്തില് ഞാൻ പറയുന്നത് പുള്ളിയുടെ ആത്മഹത്യാ കുറിപ്പ് വേണം കാണിക്കേണ്ടത്.
അല്ലാതെ 2 വർഷം മുമ്പ് എഴുതിയ കത്തല്ല. ആത്മഹത്യാക്കുറിപ്പ് വേണം കാണിക്കേണ്ടത്. എന്നാലേ ആധികാരികമായിട്ട് അതിനെപ്പറ്റി അല്ല, ഇത് ആത്മഹത്യാക്കുറിപ്പ് ഇപ്പൊ 2 വർഷം മുമ്പ് എഴുതിയതാണെങ്കിലും ഇത് അതിൽ പറയുന്നത് നോക്കൂ, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വീട്ടിൽ, കുടുംബത്തിൽ. ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും. അതിന്റെ അടിയിലൊരു വാചകമുണ്ട്. എന്താണെന്നറിയാം അടിയിലെ വാചകം? അതിന്റെ അടിയിലെ വാചകം എന്റെ മകന് ജോലി കൊടുക്കാനുള്ള ശുപാർശ ചെയ്യണമെന്നുണ്ട്. മരിക്കാതാവുമ്പോ അത് എഴുതുമോ? അങ്ങനെ ശുപാർശ ചെയ്തിരുന്നോ? ചെയ്ത് ആ കത്തിന്റെ അടിയിലുണ്ട്. അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി പരിഗണിക്കണം എന്നതാണ്. ചെയ്യാൻ പോവാണെങ്കിൽ എന്റെ മകന് ജോലി കൊടുക്കണമെന്ന് പറയുമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ഇതെങ്കിലും ചെയ്യണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കാൻ പോലും ഞാൻ തയ്യാറാവുന്നില്ല. പാർട്ടി ആ ജോലി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു നിമിഷം ശ്രീ കെ ഗോപിനാഥ്, അതായത് പാർട്ടിയിൽ 5 ദിവസം കഴിഞ്ഞ്, മരണശേഷം 5 ദിവസം കഴിഞ്ഞു മാത്രമേ ഈ കത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കാവൂ എന്ന് NM വിജയൻ മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിട്ടുണ്ട് സാർ. അത് ആത്മഹത്യാക്കുറിപ്പല്ലേ? ജോലി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ഞാനല്ല അഭിപ്രായം പറയണ്ട. അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, എന്റെ ചോദ്യം അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് അല്ലെന്ന് പറയുമ്പോൾ ഇത് ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഇത് ആത്മഹത്യാക്കുറിപ്പല്ല. എന്തുകൊണ്ടെന്നറിയോ? നോക്കൂ, അല്ലല്ല, അത് കേൾക്കൂ. മക്കൾക്ക് വേണ്ടി ഒരു കത്ത് കൂടി ഇതിനോടൊപ്പം എഴുതുന്നുണ്ട്. ആ കത്തിലാണ് താൻ ഇങ്ങനെ KPCC പ്രസിഡന്റിന് വേണ്ടി എഴുതി വെച്ച ഒരു കത്തുണ്ടെന്നും ആ കത്ത് മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകുന്നത് 5 ദിവസം കഴിഞ്ഞും പ്രതികരണമില്ലാത്ത പക്ഷം മാത്രമേ നൽകാവൂ എന്നും പറയുന്നത്. അപ്പോൾ ആ കത്തിന്റെ തുടർച്ചയാണിത്. അപ്പൊ അതുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കത്തെന്നതിൽ ഇതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും ശ്രീ കെ ഗോപിനാഥ്. വ്യാഖ്യാനിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ദിസ് ഇസ് റൂളാ ഞാൻ പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ആത്മഹത്യാക്കുറിപ്പല്ലാതെ പണ്ട് എഴുതി വെച്ച ഒരു കത്ത. അതിനകത്ത് പല ആളുകൾക്കും പൈസ കൊടുക്കാനായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പല്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഈ 65 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്ത് അടച്ചിട്ടില്ലല്ലോ, തീർത്തിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. പുള്ളി ആർക്കൊക്കെ ലോൺ എടുത്തെന്ന് എനിക്കറിയില്ല. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, അത് ഈ പാർട്ടിക്ക് വേണ്ടി എടുത്ത 32 ലക്ഷം രൂപയുടെ ലോണാണെന്ന് പറയുന്നു. അത് നടപ്പാക്കിയിട്ടില്ല. അതിനെപ്പറ്റി എനിക്ക് പറയാനാവില്ല. ഈ മകൻ ആയിക്കോട്ടെ ശ്രീ കെ ഗോപിനാഥൻ, മകന് ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്, മകന് ജോലി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മകന് ജോലി കൊടുത്തില്ലല്ലോ. അല്ല, മകന് ജോലി കൊടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം ഇപ്പൊ ബാങ്ക് മാനേജറായ DP രാജശേഖരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് DP രാജശേഖരനാണ് ഇറ്റ് ഈസ് ഹി ഹു ഹാസ് ഡൺ ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ആ അർത്ഥത്തിൽ നടന്നിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹം വിഷം കഴിച്ചു മരിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഈ കത്തും ഇതിനോടനുബന്ധിച്ച് മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മക്കൾക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ വിശദമായി പറയുന്നു, താൻ എഴുതിയിരിക്കുന്ന KPCC പ്രസിഡന്റിന് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഈ കത്ത് നേതാക്കളെ ഏൽപ്പിക്കണം. അങ്ങനെ നേതാക്കളെ ഏൽപ്പിച്ചു. 5 ദിവസം വരെ കാത്തിരിക്കണം. അവരിതിൽ ഇടപെട്ടാൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുത്, ഇടപെട്ടില്ലെങ്കിൽ മാത്രം നൽകണം. അപ്പോൾ അത് ആത്മഹത്യാക്കുറിപ്പിന്റെ ഭാഗമല്ലേ? അല്ലല്ല, അതിനകത്ത് അത് ഇതിനകത്ത് പറയാനുള്ള ഒരു വിഷയമല്ലോ. ആ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ കാര്യം പരിഹരിക്കാൻ ആ പാർട്ടി ചെയ്യുമെന്ന് എനിക്കറിയാം. പാർട്ടി ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതൊക്കെ പരിഹരിക്കട്ടെ. ആ കുടുംബത്തിന് അനുകൂലമായിട്ടെല്ലാം ചെയ്യട്ടെ. ഇല്ലാത്ത കാര്യങ്ങൾ പാർട്ടി ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തന്നെയാണോ അങ്ങിപ്പോഴും പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്നതാ. പറയുന്നതും വിശ്വാസം രണ്ടല്ലേ. പക്ഷെ നോക്കൂ, ആ കത്ത് തന്നെ വ്യാജമാണെന്നും അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണെന്നും KPCC പ്രസിഡന്റ് പറയുന്നു. ഭീഷണിപ്പെടുത്തിയ സ്വരത്തിൽ സംസാരിച്ചുവെന്ന് നേതാവ് പറയുന്നതിനെ പറ്റി ഞാൻ എന്റെ പൊന്നു സുഹൃത്ത്, എന്റെ നേതാവ് പറയുന്നതിനെ പറ്റി ഞാൻ എന്ത് കമന്റ് പറയാനാ? അല്ല, അപ്പോൾ വീണ്ടും പ്രതിരോധത്തിലാവുകയല്ലേ നിങ്ങൾ? അല്ല, പ്രതിരോധത്തിലാകേണ്ടതല്ല. ഇത് പിന്നെ ആത്മഹത്യാക്കുറിപ്പല്ലെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലല്ല, ഇത് ആത്മഹത്യാക്കുറിപ്പാണ് എന്ന ഒരു വാദം ഇത് ആത്മഹത്യാക്കുറിപ്പിന്റെ ഭാഗമായി പുറത്ത് കാണിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എവിഡൻസ് ആണ്. നോ എവിഡൻസ് അല്ല. അത് നിങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തു നോക്കിയത് ആത്മഹത്യാക്കുറിപ്പ് അല്ലത്. ഇപ്പോൾ ഒരു തെളിവ് അദ്ദേഹം വയ്ക്കുന്നു. ആ തെളിവിനെ സംബന്ധിച്ചൊരു ആത്മഹത്യാക്കുറിപ്പ് ആ കുടുംബത്തിൽ എഴുതുന്നു. അതായത് കുടുംബത്തിൽ എഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പ് അല്ലെന്ന് താങ്കൾക്ക് നിലപാടില്ലല്ലോ. എനിക്ക് ആത്മഹത്യാക്കുറിപ്പല്ല. കുടുംബത്തിനെഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പല്ലേ? കുടുംബത്തിനെഴുതിയ ആത്മഹത്യാക്കുറിപ്പല്ലേ? അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എഴുതിയെന്ന് പറഞ്ഞ ആ കത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, കുടുംബത്തിനെഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പ് അല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ആ കത്ത് കണ്ടിട്ടില്ലല്ലോ.
ആ അപ്പൊ പിന്നെ അത് ആത്മഹത്യാക്കുറിപ്പല്ലെന്ന് അങ്ങേക്ക് ആധികാരികളെ പറയാൻ കഴിയില്ല. അപ്പൊ കുടുംബത്തിൽ എഴുതിയ കത്ത് ആത്മഹത്യാക്കുറിപ്പാണ്, അത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ KPCC പ്രസിഡന്റിന് നേരത്തെ എഴുതിയ കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതതിന് തെളിവായി വരികയാണ്. തെളിവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വെറുതെ ഇരുട്ടിന്റെ ഒട്ടടിച്ച് വർത്താനം പറയാനല്ല, അതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ശരി. ശ്രീ KK ഗോപിനാഥൻ, ഈ മരണത്തിന് ശേഷം താങ്കൾ ഈ വീട് സന്ദർശിച്ചോ, അല്ലെങ്കിൽ സഞ്ചയനത്തിനോ മറ്റോ? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്റെ വൈഫിന്റെ അസുഖമായിട്ട് എറണാകുളത്ത് പോയതാ. ഇപ്പോഴും താങ്കൾ വയനാട്ടിലാണോ എറണാകുളത്താണോ? ഇപ്പൊ ഞാൻ വന്നോണ്ടിരിക്കുക. ഇപ്പോഴാണ് മരണത്തിന് ശേഷം ആദ്യമായി വരുന്നത്? അല്ല, ഇതിന് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ കുടുംബത്തെ താങ്കൾ പോയി കാണും? ഇല്ല, തീർച്ചയായും കാണാം. അവരുടെ എല്ലാ വിഷമം എന്തുണ്ടെങ്കിലും അവർക്ക് വേണ്ടി എന്ത് സഹായം ഞാൻ ചെയ്യും. കാരണം എന്റെ കാണാനറിയാം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അയാളുടെ വിഷമങ്ങൾ വന്ന് എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അയാൾക്കുള്ള എല്ലാ സങ്കടത്തിനും ഞാൻ പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളതാ. പക്ഷെ അപ്പോൾ ഐ.സി. ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഐ.സി. കാര്യത്തിലൊന്നും പിക്ചറിലില്ല. അയാളൊരു പാവത്താണ്. വെറുതെ ആളെ എന്തിനാ വെറുതെ പിന്നെ ഇതിനകത്ത് അതിനായിട്ട് ഇതൊരു ബന്ധമില്ലെന്നേ. ഒരു നിമിഷം അങ്ങ് തുടരണം. പത്മജ നേരിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ നേരിട്ട് ഈ കുടുംബത്തെ വിളിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ച് സംസാരിച്ചോ? ഞാൻ ഇതിന് മുമ്പ് ഫസ്റ്റിൽ ഞാൻ അവരോട് സംസാരിച്ചു. അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. കാണാൻ പോടെ ഞാൻ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി കണ്ട് അവർക്ക് എന്താ വിഷമം എന്ന് വെച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ ചെയ്യും. എന്റെ ഒരു അനിയൻ മരിച്ച ഫീലിംഗ് എനിക്കുള്ളത്. അതിനെന്താ? തീർച്ചയായിട്ടും കുടുംബത്തെ താങ്കൾ പോയി കാണും. കാണുകയും ചെയ്യും. അവർക്ക് എല്ലാ സഹായം ചെയ്യും. അതായത് ഈ ബാധ്യത അവരിപ്പോൾ പറയുന്നത് അനുസരിച്ച് അവർക്ക് വലിയ ബാധ്യതയുണ്ട് എന്നാണ് പത്മജ. ബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിനോട് പറഞ്ഞിട്ട് പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന എല്ലാം ഞാൻ ചെയ്യിപ്പിക്കും. പക്ഷേ ഇത് 2021 അന്ന് KPCC പ്രസിഡന്റ് കത്ത് എഴുതിയിരുന്നു. അത് താങ്കൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ല. ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2021 എഴുതിയ കത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ കത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇത്തരം നിയമനങ്ങൾ നടക്കുന്നതിൽ വ്യാപകമായി പണപ്പിരിവ് നടന്ന വിവരം താങ്കൾക്ക് അറിയാമായിരുന്നോ? എനിക്ക് അറിയില്ല. ഓക്കെ, താങ്കൾ തുടരണം. ഇപ്പോൾ പത്മജ നമുക്കൊപ്പം ഉണ്ട്. ശ്രീമതി പത്മജ നമുക്കൊപ്പം ശ്രീ KK ഗോപിനാഥനുണ്ട്. ശ്രീ KK ഗോപിനാഥൻ താങ്കളെ വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് വരും. അദ്ദേഹം മറ്റൊരു മെഡിക്കൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ വന്ന് കാണാതിരുന്നത്. എറണാകുളത്ത് ആയിരുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. പത്മജ, ഇദ്ദേഹം പറയുന്നത് പോലെ ഇതൊരു ആത്മഹത്യാക്കുറിപ്പല്ല, ഇത് നേരത്തെ എഴുതിയിരുന്നതാണ്. ആ നേരത്തെ എഴുതിയിരുന്ന കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നിറവേറ്റപ്പെട്ടു എന്നാണ് ഇപ്പോൾ KK ഗംഗാധരൻ നമ്മളോട് പറയുന്നത്. പത്മജ, സാറ് പറഞ്ഞ പോലെ തന്നെ ഗോപിനാഥൻ മാഷ് എന്നെ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് എന്നോട് എന്താ മോളെ പറ്റിയതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ കത്ത് നമ്മൾ കാണുന്നില്ല. ആ കത്തിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഈ സാറിൻ്റെ പേരുള്ളത് പോലും നമുക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെയാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. സാർ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ ഒരു ഹോസ്പിറ്റൽ കേസിന് ഇവിടെ ഇല്ലയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ കത്ത് നേരത്തെ എഴുതി വെച്ച കത്താണ് എന്നാണ് KK ഗോപിനാഥ് പറയുന്നത്. ഈ കത്ത് മരണത്തിന് തൊട്ടു മുമ്പ് എഴുതിയതോ ആത്മഹത്യാക്കുറിപ്പായി കണക്കാക്കാൻ കഴിയാത്ത കത്താണെന്നാണ് KK ഗോപിനാഥ് പറയുന്നത്. അതെങ്ങനെയാണ്? അത് നമുക്ക് എഴുതിയ കത്തിൽ മോനെ ഞാനിങ്ങനെ മരിക്കാൻ അല്ല അവസാനത്തെ ഉമ്മ എന്നൊക്കെ പറയുമ്പം സാറേ അതല്ലേ ആത്മഹത്യാക്കുറിപ്പ്? KK ഗംഗാധരൻ, അതല്ലേ ആത്മഹത്യാക്കുറിപ്പ്? ക്ഷമിക്കണം, ശ്രീ KK ഗോപിനാഥ്, കേൾക്കാമെങ്കിൽ. മകനെ ഉമ്മ എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. അതൊരു ആത്മഹത്യാക്കുറിപ്പല്ലേ എന്നാണ് പത്മജ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് ഈ ആത്മഹത്യക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടതാണ് ഈ മറ്റേ ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല. ശരി, ഒരു നിമിഷം. മനസ്സിലായി ശ്രീ KK ഗോപിനാഥ്, ഇതിലെ വസ്തുത പുറത്തു വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പത്മജ, ഈ കത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന KPCC പ്രസിഡന്റ് എഴുതിയിരിക്കുന്ന കത്തിനെ കുറിച്ചും പരാമർശമുള്ളത്. ഈ KPCC പ്രസിഡന്റിന് എഴുതിയിരിക്കുന്ന കത്ത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കത്താണോ? വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തതയില്ല. കാരണം അതിനകത്ത് ലാസ്റ്റ് അച്ഛൻ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ് മകന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് എന്നൊക്കെ ഉള്ളത്. അത് വർഷങ്ങൾക്ക് മുന്നെയാണ് എഴുതുക.
ആ കത്തിൽ തന്നെയാണോ എഴുതിയിരിക്കുന്നത് 10 ദിവസം എന്ന് എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 6 പേജുള്ള കത്തിലാണോ? ആ കത്തിന്റെ താഴെ വീണ്ടും എഴുതിയിട്ടുണ്ട്. 10 ദിവസം കാത്തിരിക്കാൻ മകന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അതിനിട വരുത്തരുതേ സാർ എന്ന് എഴുതിയിട്ടുണ്ട്. ശ്രീ കെ ഗോപിനാഥൻ അങ്ങനെയും എഴുതിയിട്ടുണ്ട്. ശ്രീ കെ ഗോപിനാഥ്, അതെ, ആ കത്ത്, ഈ പറയുന്ന കത്തില് എന്റെ വേഷം പറയാം മോളെ, എന്റെ വേഷം പറയാം. ഇതിന്റെ അകത്തെ ആ കത്തിലകത്തെ കേണിച്ചിറയുള്ള ഒരു രാധാകൃഷ്ണന് 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. രാധാകൃഷ്ണന് കൊടുക്കാനുള്ള പൈസ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു കഴിഞ്ഞ, 1 വർഷം മുമ്പ് കൊടുത്തു കഴിഞ്ഞതാ. അപ്പൊ പിന്നെ അങ്ങനെ രണ്ടും കൂടെ ടാലി ചെയ്ത് പോന്നെ. അതായത് പത്മജ, ഈ കത്തിൽ പറയുന്നതിൽ ഒരു ഇടപാട് നേരത്തെ നടത്തി കഴിഞ്ഞു എന്നാണ് കെ ഗോപിനാഥ് പറയുന്നത്. സാർ, നമ്മൾ ഇപ്പം ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെപ്പോലും ഇങ്ങനെ പൈസ മേടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ കത്തിൽ കൂടിയാണ് അറിയുന്നത്. കറക്റ്റ്. അത് ഈ കുടുംബം അറിയാൻ സാധ്യതയില്ല കെ ഗോപിനാഥ്. കാരണം ആ കുടുംബത്തിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലല്ലോ. ആ കുടുംബത്തെ ഇതൊന്നും അറിയിക്കാതെയാണ് അദ്ദേഹം ഇല്ലാതെ പോയത്. ഒരു നിമിഷം അങ്ങ് തുടരണം. റഫീഖ് കൈ ഉയർത്തുന്നു. റഫീഖ്, എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? കെ ഗോപിനാഥ് പറയുന്നതിലെ ഒരു പോയിന്റ്, ഈ കത്ത് കുറച്ചുനാൾ മുമ്പ് എഴുതിയതാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അത് ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കപ്പെടില്ല എന്നതാണ് കെ ഗോപിനാഥിന്റെ ഒരു ലീഗലായിട്ടുള്ള ആർഗ്യുമെന്റ്. റഫീഖ്, എന്ത് ആർഗ്യുമെൻ്റാണ് ഇവർ പറയുന്നത്? ഈ കള്ളത്തരം മൂടി വെക്കാൻ വേണ്ടി എന്തും പറയാമെന്ന രൂപത്തിലേക്ക് ഇവർ മാറുകയാണല്ലോ. നിങ്ങൾ നോക്ക്, സ്വയം അപഹാസ്യരാവുകയാണ് അവർ. ഇവിടെ നോക്കൂ, ഈ കത്തിനടിയിൽ നിങ്ങളുടെ കയ്യിൽ ആ കത്തുണ്ടല്ലോ, ഈ കത്ത് ഇദ്ദേഹം പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് എഴുതി എന്ന് പറയുന്ന കത്തിൽ, ആ കത്തിൽ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. സാർ നേരത്തെ പിന്നെ പത്മജ എന്ന് പറയുന്ന അവർ പറഞ്ഞതുപോലെ തന്നെ ആ കത്തിൽ കൃത്യമായി പറയുകയാണ്, ഈ കത്ത് പിന്നെ കിട്ടിയതിന് ശേഷം അടിയന്തരമായ നടപടി KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം നടപടി ഇല്ലെങ്കിൽ ഞാനിത് മാധ്യമങ്ങൾക്കും മറ്റും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കത്തിൽ തന്നെ പറയുന്നു. പണ്ട് എപ്പോഴോ എഴുതിയതാണെങ്കിൽ ആ കത്തിൽ അങ്ങനെ പറയുമോ? 1. 2, മകൻ എഴുതിയ കത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട് എന്നാണല്ലോ ആ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇദ്ദേഹം എന്ന് പറയുന്നത് DCCയുടെ ട്രഷററായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളല്ലേ, അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ലേ ഇത്. എന്നിട്ടും ഇപ്പോഴും ആ കുടുംബത്തെയും അവർ പറയുന്നതിനെയും NM വിജയേട്ടൻ കത്തിൽ എഴുതിയതിനെയും ഒക്കെ അതൊക്കെ തെറ്റാണ്. ഈ തട്ടിപ്പ് നടത്തിയ ഗോപിനാഥ് ഉൾപ്പെടെ, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഈ ന്യായങ്ങൾ കേട്ട് ജനങ്ങൾ ഗോപിനാഥ് അടക്കമുള്ളവർക്ക് ഈ വിഷയം അറിയാമായിരുന്നു എന്നാണ് NM വിജയൻ കത്തിൽ പറയുന്നത്. അങ്ങനെയല്ലേ റഫീഖ്? അല്ല, ഞാൻ പറയട്ടെ. പറയൂ ഗോപിനാഥ്. അല്ലല്ല, ഞാൻ പറയട്ടെ. ഗോപിനാഥ് ആരോപണ വിധേയനായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. സമയം ഞാൻ നൽകാം റഫീഖ്. ഗോപിനാഥ്, ശരി. എന്റെ ചോദ്യം, ആ കത്തില് ഇതേ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ റഫീഖെ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, എന്നാലേ അത് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. കേൾക്കാം ഗോപിനാഥ്, അങ്ങ് പറഞ്ഞോളൂ. ഇതിന്റെ അകത്ത് ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. ഇതിനകത്ത് മോളിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ഇടപാടുള്ള പാർട്ടി ചെയ്യണമെന്നാ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. മോളിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ഇടപാട് അക്ക വിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുന്നത്, ആ സാമ്പത്തിക ഇടപാടൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞു. പിന്നെന്ത് ചെയ്യാനാ? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഈ ആർക്കെങ്കിലും പൈസ കൊടുക്കൊണ്ട് അന്വേഷിച്ച് നോക്ക്. വെറുതെ ഇരുട്ടുകൊണ്ട് ഒറ്റയടിച്ച് വർത്തമാനം പറഞ്ഞിട്ടില്ല. എത്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. കാരണം ഇതിന്റെ അകത്ത് കത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇടപാടും പാർട്ടി ഇടപാടും നേരത്തെ ചെയ്ത് തീർത്തതാ. റഫീഖ്, എല്ലാ ഇടപാടുകളും പാർട്ടി ചെയ്തു തീർത്തതാണ്. ഞാൻ ഒരു നിമിഷം റഫീഖ് വരുന്നതിന് മുമ്പ് എനിക്ക് പത്മജയിലേക്ക് ഒന്ന് പോകണം. പത്മജ, ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും പാർട്ടി ഇടപാടുകൾ നടത്തി തീർത്തിരുന്നു. ഇനി ആ കുടുംബത്തിന് എന്താ വിഷമം ഉണ്ടെങ്കിലും പാർട്ടി ഏറ്റെടുത്ത് ചെയ്യും. അതിനും വിഷമമില്ല. പക്ഷെ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? 2 ജീവനുകൾ കൊടുക്കേണ്ടി വന്നോ എന്നതാണ് ചോദ്യം. എന്താകാനാ? ചെയ്തു കഴിഞ്ഞല്ലോ, എല്ലാം ചെയ്തു കഴിഞ്ഞു. ശരി പത്മജ, എല്ലാം പാർട്ടി ചെയ്തു കഴിഞ്ഞു എന്നാണ് ഗോപിനാഥ് പറയുന്നത്. ശരിയാണോ റഫീഖ്? ഞാൻ റഫീഖിലേക്ക് തിരിച്ചു വരാം. പത്മജ, കുടുംബത്തിന്റെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ ബാധ്യതകളും
പാർട്ടി നിറവേറ്റി എന്നാണ് ഗോപിനാഥ് പറയുന്നത്. ശരിയാണ്? നിറവേറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 65 ലക്ഷത്തിന്റെ ഒക്കെ ഞങ്ങളെ പട്ടയൊക്കെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നോ? ആ പട്ടയം എവിടെയാണ്? ഇവരുടെ വീടിന്റെ പട്ടയം ഇപ്പോൾ ഇവരുടെ വീട് ജപ്തിയിലാണല്ലോ ശ്രീ ഗോപിനാഥ്. എന്താ പറഞ്ഞ ആ 65 ലക്ഷം 32 ലക്ഷം രൂപ വളർന്ന് 65 ലക്ഷം രൂപയായി. അത് 2013 പാർട്ടിക്ക് വേണ്ടിയുള്ള പണമിടപാടാണ്. അതിലെ 65 ലക്ഷം രൂപയുടെ ലോണിന് ഇവരുടെ വീടിന്റെ പണയം ഇപ്പോൾ ഇരിക്കുന്നത് അർബൻ ബാങ്കിലാണ്. അത് പാർട്ടി എടുത്ത് കൊടുത്തിട്ടില്ല. പാർട്ടി ഇനി എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ എല്ലാം ചെയ്യുമെന്നേ. അതിനകത്ത് വേറെ ആളുകൾ അപ്പൊ ചെയ്ത് തീർത്തിട്ടില്ല, ബാക്കി നിൽക്കുന്നു. ബാക്കി നിൽക്കുന്നത് എനിക്കറിയില്ല, ഉണ്ടെങ്കിലെന്നല്ലേ പറഞ്ഞേ. അല്ല, അതാണ് ചോദിച്ചത്. പാർട്ടി അത് ഒരു DCC സെക്രട്ടറി, ഒരു DCC ട്രഷറർ അത് പാർട്ടിക്ക് വേണ്ടി 32 ലക്ഷം രൂപ ഇങ്ങനെ കടക്കാരനായെന്നും ആ കടം 65 ലക്ഷം രൂപയായെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് ഒരു കത്തിൽ എഴുതി വെക്കുന്നു. ആ പണം ഇതുവരെയും പാർട്ടി കൊടുത്ത് തീർത്തിട്ടില്ല. ശരിയല്ലേ? അല്ല, പാർട്ടിക്ക് വേണ്ടിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്ക് പണം നഷ്ടപ്പെട്ട പണം കടമുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കി അത് പരിശോധിക്കും. പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയതാണെന്ന് പരിശോധിക്കും. പക്ഷേ അത് പരിശോധിക്കുന്നത് മരണത്തിന് ശേഷമാണോ ഗോപിനാഥ്? അതിനൊന്നും മരണത്തിന് ശേഷം നേട്ടമാണോ ചോദിച്ചാൽ പുള്ളി അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്താനായിട്ട് പൈസ മുടക്കി. അത് പാർട്ടിക്ക് വേണ്ടി ചെയ്താണ്, പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തല്ലേ. അതിനുവേണ്ടി പൈസ എടുത്തിട്ടുണ്ടാവും. അല്ലല്ല, കുടുംബത്തിന്റെ കാര്യമല്ല. ഇത് ഭാര്യയ്ക്ക് വേണ്ടിയാണോ ഈ പണം എടുത്തത് മുഴുവൻ? അതെ, 2-3 കാര്യങ്ങളുണ്ട്. അവിടെ മെഡിക്കൽ സ്റ്റോർ നടത്താനായിട്ട് പണം മുടക്കിയിട്ടുണ്ട്. ഈ പത്മജയുടെ സ്റ്റിച്ചിങ് സെന്ററിന് വേണ്ടി പണം എടുത്തിട്ടുണ്ട്. ഇതിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി എന്താ ചെലവാക്കുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ശ്രദ്ധപ്പെടുത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി വിജയന് വേണ്ടി എന്തും ചെയ്യാനും താല്പര്യമുള്ളതാ പാർട്ടി. പാർട്ടിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു നിമിഷം വഴങ്ങണം. ഒന്ന് പത്മജ പറയുന്നത് കേൾക്കാം. പത്മജ പറയൂ. അല്ല, ഇപ്പം ഗോപിനാഥ മാഷ് പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ അച്ഛൻ ബാങ്കിൽ മെഡിക്കൽ ഷോപ്പിന് എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതിന് വ്യക്തമായിട്ട് IOB എന്ന് പറഞ്ഞ ബാങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഓടിയാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, അത് ഞങ്ങളെ പേഴ്സണൽ കാര്യമാണ്. 10 ലക്ഷം രൂപയുടെ ഓടി എടുത്തിട്ടുണ്ട് IOB എന്ന് പറഞ്ഞ ബാങ്കിൽ. പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററിനൊന്നും അച്ഛൻ ക്യാഷായിട്ട് അത്ര ഭീമമായ തുകയൊന്നും എനിക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 32 ലക്ഷം രൂപയിൽ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച പണമുണ്ട് എന്ന് തന്നെയാണ് പത്മജ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട് ചെക്കുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഈ കത്തിൽ പറയുന്നുണ്ട്. അതെ, ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞതിന് പോലെ ഇതൊക്കെ പാർട്ടി പരിശോധിക്കും. പാർട്ടി പരിശോധിക്കട്ടെ. ഒരേ ഒരു വിഷമം, ഇനി ആ പാർട്ടി പരിശോധിച്ചിട്ട് ഈ കുടുംബത്തിന് ഗുണമുണ്ടാവും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സുഹൃത്ത് നഷ്ടപ്പെട്ടു പോയത് ഈ സാമ്പത്തിക ബന്ധത്തിലൊന്നുമല്ല നഷ്ടപ്പെട്ടത്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനാണ് സാമ്പത്തിക ബന്ധത്തിലൊന്നും അതെന്താ പറയാൻ കാരണം എന്നറിയാം. 23-ാം തീയതി കരുണാകരന്റെ അനുസ്മരണത്തിൽ പുള്ളി പങ്കെടുത്തിട്ട് ഉദ്ഘാടനം ചെയ്ത ആളാണ്. വളരെ സന്തോഷത്തോടുകൂടി പോയതാ. ആ പോക്ക് പോയത് പുള്ളിയുടെ മകന് ജോലി കിട്ടാത്ത വിഷമം പുള്ളിക്കുണ്ട്. ആ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ഞാൻ യോജിക്കുന്നുള്ളൂ. ജോലി കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ ചെയർമാനായ DP രാജശേഖരൻ മനഃപൂർവ്വം കൊടുക്കാതിരുന്ന അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ആ കാര്യത്തിൽ മാത്രമേ ഞാൻ യോജിക്കുന്നുള്ളൂ. അല്ല, പക്ഷേ അപ്പോൾ ജോലി കിട്ടാതെ പോയി എന്നുള്ളത് വാസ്തവം. പക്ഷേ താങ്കൾ തന്നെ പറയുന്നു ഇത് നേരത്തെ എഴുതി വെച്ച കത്താണ്. അതിൽ തന്നെ 65 ലക്ഷം രൂപയുടെ ലോൺ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ലോണിന്റെ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരുന്നില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അതെങ്ങനെ ഞാൻ എന്റെ അമാനുഷ്യനാണ് അത് സംസാരിക്കാൻ. എന്റെ ഒരു വേദന ഞാൻ പറഞ്ഞേ. താങ്കളുടെ വേർഷനാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ സന്തോഷത്തോടുകൂടി ലീഡറിന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഈ സമയം അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിഷം കഴിച്ച് മരിക്കണമെങ്കിൽ അതല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മകന് അല്പ ബുദ്ധി കുറവുള്ള ഒരാളായതുകൊണ്ട് രാവിലെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ടേ വരുത്തുള്ളൂ. പിന്നെ വീടിന് പ്രശ്നങ്ങളില്ല. മറ്റേ ഒരു ജോലി ഇല്ലാതെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തെ പുള്ളിനെ പോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. അതിൽ പുള്ളി മാനസികമായിട്ട് വളരെ, അതായത് മകന്റെ കാര്യത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത് ജോലി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നതാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അല്ലാതെ സാമ്പത്തിക ബാധ്യതയല്ല കാരണമെന്നാണ് താങ്കളുടെ വാദം. അതിൽ പുള്ളിക്ക് വിഷമുണ്ട്. ആത്മഹത്യ ആ വിഷമത്തിന്റെ കാരണത്തിൽ പുള്ളി എന്തും ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കത്തിൽ പറയുന്നത് അങ്ങനെയല്ല. കാര്യത്തില്
സാമ്പത്തിക കാര്യമല്ല, മകന്റെ കാര്യത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, പുള്ളി എന്നോട് എന്തെങ്കിലും സാമ്പത്തിക കാര്യം ചോദിച്ചാൽ പുള്ളിക്ക് ഞാൻ കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷെ നോക്കൂ, നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ ഗോപിനാഥ്, ആ തെളിവുകളിൽ ഒരു കാരണം മാത്രമാണ് മകന്റെ കാര്യം. ബാക്കിയുള്ളത് മുഴുവൻ ഈ 65 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. പല ബാങ്കുകൾ, പൂതാടി ബാങ്കിലാണെങ്കിലും കൽപ്പറ്റ ബാങ്കിലാണെങ്കിലും ബത്തേരി ബാങ്കിലാണെങ്കിലും നടത്തിയ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ആ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ കൊടുക്കുകയും അതിനുള്ള ചെക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ആലോചിച്ച് ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. ശരി, അത് പരിശോധിക്കട്ടെ. ഒരു കാര്യം കൂടി, സണ്ണി ജോർജ് എന്ന് പറയുന്ന ബത്തേരി, ഒരു നിമിഷം കോൺടസ്റ്റിലാണെന്നുള്ളവർ അന്വേഷിക്കട്ടെ, അല്ലാതെ എന്താ പറയാൻ പറ്റുക? ശരി, ഒരു നിമിഷം. ഇതിനു മുൻപ് തന്നെ ഈ ബത്തേരിയിലെ തന്നെ സണ്ണി ജോർജ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ഇപ്രകാരം വെളിപ്പെടുത്തിയിരുന്നു. 17 പേരെ IC ബാലകൃഷ്ണൻ അനധികൃതമായി നിയമിച്ചിരുന്നു. അങ്ങനൊന്നും വെളിപ്പെടുത്തിയില്ല. നിങ്ങൾ വെറുതെ എന്താ പറയുന്നത്? വെളിപ്പെടുത്തിയത് അങ്ങനൊന്നും അല്ല. പുള്ളി 17 പേരുടെ ലിസ്റ്റ് പുള്ളി കൊടുത്തതല്ലെന്നേ, IC ബാലകൃഷ്ണൻ കൊടുത്തിട്ടൊന്നും ഇല്ലെന്നേ. അത് രാജശേഖരന്റെ ഇൻവെസ്റ്റിഗേഷനിനകത്ത് കുറെ ലിസ്റ്റ് കൊടുത്തു. അത് അവരെ ആരും നിയമിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അത് മെറിറ്റ് അനുസരിച്ച് നിയമിച്ചു, അത്രേ ഉള്ളൂ. എന്ത് IC ബാലകൃഷ്ണന്റെ നിയമനമായിട്ട് 7 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ കൊടുത്തു, ബാക്കി പണം കിട്ടിയില്ലെന്ന് പറയുന്നു. അല്ല, അത് പാസ് കിട്ടിയില്ലെന്ന് പറയുന്നത് അതിന് മറുപടി പറയുന്നത് ഞാനുമായിട്ട് ബന്ധം എനിക്കറിയില്ലല്ലോ. ഇപ്പൊ ഇത് കാണുമ്പോഴല്ലേ അറിയാം. അതിനെപ്പറ്റി ഞാൻ എന്ത് കമന്റ് പറയാനാ? താങ്കൾക്ക് അറിയില്ല, കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും താങ്കൾക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഒറ്റ വേഷനില്ല, ആ കുടുംബത്തിനെ സഹായിക്കണം. പക്ഷേ അത് 2021 മുതൽ ഈ ആവശ്യം തുടർച്ചയായിട്ട് പറഞ്ഞിട്ടും പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അത് 21 പറഞ്ഞു നിങ്ങൾ പറയുന്നല്ലേ? എവിടെ പറയാം? അവരുടെ ശ്രദ്ധപ്പെടുത്തി, അവർ 100,000 കാര്യത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടാ കൊടുത്തിട്ടുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞു, നിങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടോ KPCC പ്രസിഡന്റ്? അതെനിക്കറിയില്ല, എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. താങ്കളോട് പറഞ്ഞിട്ടില്ല KPCC പ്രസിഡന്റ് അല്ലേ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് തൂങ്ങുമെങ്കിൽ എല്ലാവരും തൂങ്ങുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. റഫീഖ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമായി ഇപ്പോൾ കോൺഗ്രസിന്റെ വേർഷൻ. ഇനി ഇതിൽ വളരെ ആധികാരികമായിട്ടാണ് ഗോപിനാഥ് പറയുന്നത്. ഗോപിനാഥിനെ ഒരു ഘട്ടം വരെ വിശ്വസിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം പറയുന്നതനുസരിച്ച് പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമല്ല. ഉണ്ടെങ്കിൽ അത് പാർട്ടി തീർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈയൊഴിയുകയല്ല. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വകാര്യ മെഡിക്കൽ ആവശ്യമുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയതുമാണ്. റഫീഖ്, ആ ഘട്ടത്തിൽ ഇത് ആത്മഹത്യക്കുറിപ്പായി നിലനിൽക്കുമോ? IC ബാലകൃഷ്ണനെതിരെയും ഈ ഗോപിനാഥിനെതിരെയും അതേപോലെ ND അപ്പച്ചനെതിരെയുമുള്ള ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന കത്തിലെ വാചകങ്ങൾ നിയമക്കുരുക്കാകുമോ? ഒരിക്കലുമില്ല. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കാൻ വേണ്ടി മകനെ ഏൽപ്പിച്ച കത്താണല്ലോ. ആ കത്തിൽ തന്നെ, ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്ത കത്തിൽ തന്നെ അതിൻ്റെ താഴെ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. 10 ദിവസത്തിനകം പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇങ്ങനെ മാധ്യമങ്ങൾക്കെല്ലാം കൈമാറുന്നു അതിൽ പറയുന്നു. 1. 2, മകൻ എഴുതിയ കത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായി പറയുന്നു. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയും ഇതിനെ ന്യായീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണല്ലോ KPCCയുടെ പ്രസിഡന്റ് തന്നെ അന്തവും കുന്തവും ഇല്ലാത്തവർ ഇവരെ ആക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തു എന്ന രൂപത്തിൽ VD സതീശൻ ആ രൂപത്തിൽ പറയുന്നു. ഇവിടെ ഈ കത്തുകളെല്ലാം പുറത്തു വരുമ്പോൾ വ്യാജരേഖയാണ് എന്ന് IC ബാലകൃഷ്ണൻ തന്നെ പറയുന്നു. നിങ്ങൾ നോക്കൂ, IC ബാലകൃഷ്ണൻ NM വിജയേട്ടൻ മരിച്ചു കിടന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വ്യാജരേഖയാണ് എന്നാണ്. അദ്ദേഹം SP കൊടുത്ത പരാതിയിൽ പറയുന്നത് വ്യാജരേഖ സംബന്ധിച്ച് പരിശോധിക്കണം എന്നാണ്, അല്ലാതെ ഇത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നല്ല. അപ്പോൾ ആ നിലയിൽ കൃത്യമായി ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോഴും ഇത് ഞാൻ അതാണ് ഏറ്റവും കൃത്യമായി പറയുന്നത്. ഇത് എഴുതിയത് ആരാണ്? CPMൻ്റെ ഏതെങ്കിലും പ്രവർത്തകനാണോ? അല്ലെങ്കിൽ വേറെ കോൺഗ്രസിൻ്റെ എതിരെയുള്ള ഏതെങ്കിലും ആളാണോ എഴുതിയിട്ട്? ഇത് NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായ ആ കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം, ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗമായി സംസാരിച്ച ശ്രീമാൻ KK ഗോപിനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. 15 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. എന്തിനാണ് വാങ്ങിയത്? അഴിമതി നടത്താൻ വേണ്ടി വാങ്ങിയ പണമല്ലേ? അപ്പോൾ അഴിമതി നടന്നു എന്ന് അവർ സമ്മതിക്കുകയാണല്ലോ. പിന്നെ ഇവിടെ രാജശേഖരൻ്റെ പേര് പറഞ്ഞു. ആ രാജശേഖരൻ CPM ആണോ?
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ? അയാൾ കോൺഗ്രസ് ആണോ? അയാളെ മകന് ജോലി കൊടുക്കാത്തത് രാജശേഖരനാണെന്ന് ഇവർ പറയുമ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണ്? അദ്ദേഹം കോൺഗ്രസ് അല്ലേ? ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹം ഉള്ളത്. അപ്പം ഏത് കാരണമായാലും ഈ രൂപത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അങ്ങേയറ്റത്തെ പ്രതിസന്ധി പ്രയാസങ്ങളും സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് NM വിജയേട്ടൻ ആത്മഹത്യം ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഈ കത്തെല്ലാം വളരെ വ്യക്തമായി തന്നെയാണ് ആ കാര്യങ്ങളിൽ അത് പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായ തെളിവായി തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഇനിയും ന്യായീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞാൻ അത് ആദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് KPCCയുടെ അധ്യക്ഷൻ ഇത്രയും പ്രധാനപ്പെട്ട നേതാവ് മരണപ്പെട്ടിട്ട് ഇത്ര ദിവസമായിട്ടും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാത്തത്? VD സതീശൻ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലമാണല്ലോ. ഒരു ഒറ്റ മിനിറ്റ് ശ്രീ അരുൺ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ശ്രീ പ്രിയങ്ക വാദ്ര ഈ ഇതുമായി ബന്ധപ്പെട്ട് അനുശോചന കുറിപ്പെങ്കിലും ഇറക്കാൻ തയ്യാറായോ? ഇത്ര ദിവസമായിട്ടും ഇതെല്ലാം പുറത്തു വന്നിട്ടും ഇപ്പോഴും കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഇവർ തയ്യാറാവാത്തത്? ഒരു DCC ട്രഷറർ മരണപ്പെട്ടിട്ട് അവിടേക്ക് KPCC പ്രസിഡന്റോ KPCC ഉന്നത നേതാക്കളോ ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഷ്ടമല്ലേ? KK ഗോപിനാഥ്. അതെ, അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അതെ, ഈ പറയുന്ന നിങ്ങൾ ഹാജരാക്കിയ കത്തിലെ ഞാൻ പറഞ്ഞു കഴിയട്ടെ, സാമ്പത്തികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ കൊടുക്കാനുള്ളത് ഈ പറയുന്ന ദിവസങ്ങളിൽ എല്ലാ പൈസ നേരത്തെ 1 വർഷം മുമ്പേ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പം ഞാൻ പറയട്ടെ സാമ്പത്തിക കാര്യം പറഞ്ഞിട്ട് പറയാൻ പാടില്ല. പിന്നെ ബാങ്കിൽ ലോണുള്ള വേറെ ഒന്നും KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അറിയണമെന്നില്ല. അദ്ദേഹത്തിന്റെ DCC ട്രഷറർ മരിച്ചാൽ KPCCയിലെ മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അവിടം സന്ദർശിക്കാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന് നല്ല സുഖമില്ലെന്ന് യാത്ര ചെയ്യാൻ. വെറുതെ ചുമ്മാ അദ്ദേഹത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. KPCC പ്രസിഡന്റിന് സുഖമില്ലാത്തത് കൊണ്ട് വന്നില്ല എന്നതാണ്. അതല്ല, അതിനെപ്പറ്റി എനിക്ക് ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റുമോ? അല്ല, KPCCയിലെ മറ്റു നേതാക്കൾ എത്താഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ, അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് എത്താഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ, അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടാവും ചോദിച്ചിട്ടല്ല പറയാൻ പറ്റുമോ? അപ്പോൾ അല്ല, ഒരു DCC ട്രഷറർ മരിച്ചാൽ ഇങ്ങനെയാണോ പാർട്ടി അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ശ്രീ KK ഗോപിനാഥ്, അത് പാർട്ടി അത് ഓരോ കോൺടെസ്റ്റിൽ ചെയ്യുന്നേ, അല്ലാതെ എന്ത് പറയാനത്? അല്ലൊരു മരണം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ 50 വർഷമായി വിശ്വസിച്ച് മരണം നടക്കുന്ന സമയത്ത് പോലും ആ പാർട്ടിയെ മനസ്സുകൊണ്ട് കളങ്കമേൽപ്പിക്കരുതെന്ന് കരുതിയ മനുഷ്യനാണ് പോയിരിക്കുന്നത്. പുള്ളി പാർട്ടി സഹായിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളി മൂത്ത മകനെ ബാങ്ക് ജോലി കൊടുത്തത് ഞാൻ അന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. അപ്പൊ പാർട്ടിയുടെ സഹായമാണ് അത് വന്നത്. രണ്ടാമത്തെ മകനെ ജോലി കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ ചെയർമാനും NM വിജയനും തമ്മിലുള്ള വ്യക്തിപരമായിട്ട് വൈരാഗ്യം കൊണ്ടാണ് അവന് രണ്ടാമത് കൊടുക്കാഞ്ഞത്. താങ്കൾ പറയുന്ന രാജശേഖരൻ, താങ്കൾ പറഞ്ഞ ഈ രാജശേഖരൻ കോൺഗ്രസ് പാർട്ടി NM വിജയനും വ്യക്തിപരമായിട്ട് ശത്രുതയില്ല. പണ്ട് രാജശേഖരന്റെ ഭാര്യയ്ക്ക് NM വിജയൻ ജോലി കൊടുത്തില്ല എന്നുള്ള വൈരാഗ്യം തീർക്കുക പുള്ളി. അത് ചെയ്യാൻ പാടില്ലല്ലോ. ഒരാള് വ്യക്തിപരമായിട്ട് കോൺഗ്രസിനെ കംപ്ലീറ്റ് ആക്കി. പക്ഷേ KPCCയിലെ നേതാക്കൾക്ക് അവിടെ വരുന്നതിന് എന്താ തടസ്സം? മരിച്ചതൊരു DCC ട്രഷറർ അല്ലേ? അവരോട് പരിശോധിച്ച് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. അതേപ്പറ്റി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിൽ താങ്കൾക്കൊരു മാനസിക വിഷമമില്ലേ? താങ്കളുടെ സുഹൃത്തായിരുന്നില്ലേ? എനിക്ക് സുഹൃത്താണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് പുള്ളിയുടെ കാര്യം പറയുമ്പോഴത്തെ. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല. അത്ര സങ്കടമാണ്. അല്ല, അദ്ദേഹം ഒരു അടിപൊളി നോക്കൂ ശ്രീ ഗോപിനാഥൻ, അദ്ദേഹം കോൺഗ്രസിനെ വഞ്ചിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിലെ അടിയുറച്ചൊരു കോൺഗ്രസിലെ അടിയുറച്ച നേതാവായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ്. അപ്പം അദ്ദേഹം ഒരു തവണ പോലും പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ല. പാർട്ടി പറഞ്ഞത് മുഴുവൻ, നേതാക്കൾ പറഞ്ഞത് മുഴുവൻ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ഈ NM വിജയനെ അവിശ്വസിക്കേണ്ടതുണ്ടോ ശ്രീ ഗോപിനാഥ്? അവിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം ഇതിനകത്ത് ഇല്ലല്ലോ. അതെന്തിനാ ആദരിക്കുന്നത്? ഇതിനു മുമ്പ് പുള്ളി ഡിക്കി പോയതല്ലേ, കോൺഗ്രസിന്റെ നിന്ന് പോയിട്ട് ഡിക്കിലേക്ക് പോയതല്ലേ? പാരിട്ടുണ്ട് ഡിക്കിലേക്ക് പോയതാ പുള്ളി.
പുള്ളി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഡിക്കിലേക്ക് പോയതാണ്. അതെ, ഡിക്കിലേക്ക് പോയ നേതാക്കൾ പിന്നീട് തിരിച്ചു വന്നു. ലീഡർക്കൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ലീഡറിന്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് MP ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അടിയുറച്ച പാർട്ടി കോൺഗ്രസ് പാളയത്തിൽ തന്നെ നിൽക്കുകയും ലീഡർ പോകുന്ന സമയത്ത് ലീഡർ പോവുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, അതിനുശേഷം പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പാർട്ടി പുള്ളിനെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്, ബാങ്ക് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തല്ലേ. പക്ഷെ അതിന്റെ പേരിൽ നിയമനം നടത്തുന്നതിന് ഇതേ വിജയനെ മറയാക്കിയിട്ടുണ്ടോ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും എന്നതാണ് ചോദ്യം. IC ബാലകൃഷ്ണൻ ND അപ്പച്ചൻ ഇതിനകത്ത് ഒരു പിക്ചറിലേ ഇല്ല. അവർക്ക് ഈ സാമ്പത്തികമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ബന്ധം ഉണ്ടായിരുന്ന മുൻ DCC പ്രസിഡന്റ് ഉണ്ട് PV ബാലൻ. മുൻ DCC പ്രസിഡന്റ് BG ബാലന്റെ ബന്ധം ഉണ്ടായിരുന്നു. അതില്ലെന്ന് നിഷേധിക്കുന്നില്ല. അതായത് നിയമനക്കോഴയുമായി നിലവിലുള്ള DCC നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ല, അഥവാ നേരത്തെയുള്ള IC ബാലകൃഷ്ണന് ബന്ധവുമില്ല. നിയമനക്കോഴ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടാവാമെന്നാണോ? അതെ, PV ബാലൻ സമയത്ത് നടന്നിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്കൾ തുടരണം. ഞാൻ BJP പ്രതിനിധി കൂടിയുണ്ട് ശ്രീ P. കൃഷ്ണദാസൻ. അങ്ങയിലേക്ക് വരാൻ വൈകിയത് ഇതുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ വരാം. റഫീഖ്, ഞാൻ ഒന്ന് BJP പ്രതിനിധിയോട് സ്റ്റേറ്റ്മെന്റ് എടുത്തോട്ടെ. ഇതിൽ 2013 ഭരണം വീഴ്ത്താൻ വേണ്ടി BJPയുടെ ബാങ്ക് പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കോഴ നൽകിയതും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പണം കൈപ്പറ്റിയവരിൽ BJPയിലെ ചില പ്രാദേശിക നേതാക്കളുമുണ്ട്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. അരുൺ, എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച്. നമ്മുടെ അറിവിൽ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കത്തിൽ അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാമെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഹലോ, ക്ഷമിക്കണം, ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പത്മജയിലേക്ക് മടങ്ങുന്നു. പത്മജ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾ ഭീഷണിപ്പെടുത്തി പ്രതിപക്ഷ നേതാവിനെ എന്നാണ്. അതായത് 3-ാം തീയതി കത്തുമായി പോകുന്ന സമയത്ത് കുടുംബം അവിടെ എത്തി, ചില കാര്യങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് വ്യക്തത തേടുക മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. CPM പണം തരാമെന്ന് നിങ്ങൾ പറഞ്ഞു, BJP പണം തരുമെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരിയാണോ? ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് ഫാമിലി മെമ്പേഴ്സായിരുന്നു പോയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒന്നാമത് അങ്ങനത്തെ മാനസികാവസ്ഥയായിരുന്നു. പിന്നെ നമ്മളൊരു അപേക്ഷയും കൊണ്ടുപോകുമ്പം ആരെയാണ് നമ്മൾ ഭീഷണിപ്പെടുത്തേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വലിയൊരു നേതാവിനെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആരാണ്? ഈ CPMോ BJPയോ നിങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ പത്മജ? ഇതിനകത്തൊരു ഇല്ല. പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് അങ്ങനെയാണ്. ഇല്ല സർ, ഞങ്ങൾക്ക് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എടുത്ത് വന്നിട്ടില്ല. ഈ വിഷയത്തിൽ പാർട്ടി നേരത്തെ ഇടപെട്ടു എന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണോ പത്മജ? മരണത്തിന് മുൻപ് എപ്പോഴെങ്കിലും ഈ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പാർട്ടി സഹായിച്ചതായി അറിയാമോ പത്മജയ്ക്ക്? ഇല്ല സർ, സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഈ കത്ത് കൂടിയാണ് ഞാൻ അറിയുന്നത്. ഈ ഗോപിനാഥ് മാഷ്ക്ക് തന്നെ അറിയാം ഞാനും അച്ഛനും എത്രത്തോളം നല്ല ഇതായിരുന്നു എന്നും. പിന്നെ ഇവിടെ ഞങ്ങൾ പാർട്ടി കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ആ സാറ് എത്രയോ പ്രാവശ്യം നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ളതും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം വിളിച്ചിട്ട് മോളെ എന്താ വിജയന് പറ്റിയെന്ന് എന്നോട് ചോദിക്കാനുള്ളൊരു അടുപ്പം സാറിനുണ്ടായത്. ഈ ഇളയ മകന് ബാങ്കിൽ ജോലി കിട്ടാത്തതിലുള്ള മനോവിഷമം മാത്രമാണോ ആത്മഹത്യക്ക് കാരണം? അത് അച്ഛനൊരു വിഷമമായിരുന്നു. പിന്നെ ഇത്രയും സാമ്പത്തിക ബാധ്യത വല്ലാതെ ലാസ്റ്റ് സമയങ്ങളിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ കത്ത് കാണുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ കത്ത് എന്ന് എഴുതിയിരിക്കാനാണ് സാധ്യത. അതും മറ്റാ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോപിനാഥ് പറഞ്ഞനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്ന 6 പേജുള്ള കത്തും നിങ്ങൾക്ക് എഴുതിയ വ്യക്തിപരമായ കത്ത് ഒരു പക്ഷേ ഈ സമയങ്ങളിൽ എഴുതിയതാവാം. പക്ഷേ ഈ 6 പേജുള്ള കത്ത് എന്ന് എഴുതിയതാവാനാണ് സാധ്യത പത്മജ. സാർ, എനിക്ക് അതിന്റെ പേരിൽ വ്യക്തത എനിക്ക് അറിയില്ല. അത് കാരണം സംശയം മാത്രമാണ് അതിന്റെ അടിയിൽ എഴുതുന്നുണ്ടല്ലോ. എന്താ സാർ? നിങ്ങൾ ഈ കത്ത് കാണുന്നത് മരണത്തിന് ശേഷം മാത്രമാണ്.
അതെ അതെ, ഇത് മരണത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അച്ഛന്റെ സംസ്കാരവും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം. ആദ്യം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കെഴുതിയ വ്യക്തിപരമായ കത്തുകളാണ് അല്ലേ, അതോ ഈ KPCC പ്രസിഡന്റിനും മറ്റുള്ളവർക്കും എഴുതിയ കത്താണോ? അത് ഞങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു 4 കവറിലാക്കിയിട്ട് തന്നെ വേറെ വെച്ചതായിരുന്നു. ഒരുമിച്ച് തന്നെയായിരുന്നു ഒരു ഡയറിക്കകത്ത്. പക്ഷെ ഞങ്ങളെ കത്ത് ഇങ്ങനെ പാക്കറ്റിലൊന്നും ആയിരുന്നില്ല. അത് മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. കോപ്പി 2 എന്നെഴുതിയത് മറ്റൊരു പേനയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അത് എഴുതിയത് ഇദ്ദേഹമാണോ എന്ന് സംശയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. സാർ, ഞങ്ങൾ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അത് അച്ഛൻ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണെന്നാണ് പാർട്ടി പ്രസിഡന്റ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊക്കെ നമ്മളെന്ത് പ്രതികരിക്കാനാ? ഞങ്ങളോട് അച്ഛൻ പറഞ്ഞ കാര്യം ഞങ്ങൾ അതേപോലെ ചെയ്തു, അത്രമാത്രം. ഇതിനു പിന്നിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദമുണ്ടോ പത്മജ? പാർട്ടീനെ പറ്റിയിട്ടോ? ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടും ഞങ്ങൾ സഹിച്ച് ഇരുന്നത് ഈ 10 ദിവസം വെയിറ്റ് ചെയ്തതാണ്. പത്മജ, ഈ 65 ലക്ഷം രൂപയിൽ കുടുംബത്തിന് വേണ്ടി എടുത്ത പ്രാരാബ്ധങ്ങളുണ്ടോ? അത് അതിനകത്ത് എഴുതിയത് ഇല്ല എന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ സാർ, ഞങ്ങൾക്ക് എഴുതിയ ലെറ്ററിൽ 3 കടം വീട്ടാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയുന്ന കടമാണ്. അച്ഛന്റെ പേരിൽ മറ്റാർക്കെങ്കിലും ചെക്കുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? അത് മരിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്കറിയാം. ആ കത്തിനകത്ത് ഉണ്ട് അത്. ചെക്കിന്റെ, ഞാൻ കൊടുത്ത യാതൊരു ചെക്കിന്റെയും ബാധ്യത മോനെ ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെക്ക് കൊടുത്തിട്ടുണ്ടാവണം. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ അങ്ങയിലേക്ക് ഒരിക്കൽ വരാൻ ശ്രമിച്ചിരുന്നു. ചെറിയൊരു സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ടാണ് അങ്ങ് ക്ഷമിക്കണം. മാത്രവുമല്ല, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങേ അവഗണിച്ചതല്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, എൻ്റെ ചോദ്യം, ഒരു BJP പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഭരണം അട്ടിമറിക്കാൻ 2013 കോൺഗ്രസ് ശ്രമിച്ചുവെന്നും അന്ന് ഭരണം പിടിച്ചെടുത്തതിന് ശേഷം BJP പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ നേരത്തെ നിശ്ചയിച്ച നിയമനം നടത്താൻ സാധിച്ചില്ലെന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പണം പറ്റിയവരിൽ BJPയിലെ ഈ സഹകരണ ബാങ്കുമായി പ്രവർത്തിക്കുന്നവരുമുണ്ടോ? പി കൃഷ്ണദാസ്. അരുൺ, നമ്മൾ ആ കത്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചു എന്ന് പറയുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം മറ്റുള്ളവരും പിൻവാങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായ എൻ്റെ തലയിൽ എല്ലാ സാമ്പത്തിക ബാധ്യതയും വന്നു. 32 ലക്ഷം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതയെല്ലാം തീർത്തു. ഇന്ന് ആ ലോൺ സംഖ്യ 65 ലക്ഷം രൂപയായി മാറി. ആരും സഹായിക്കാത്തതുകൊണ്ട് കൊല്ലത്തിൽ ലോൺ പലിശയടക്കം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ ലോൺ വിവരം എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല. വീട് ജപ്തി ചെയ്താൽ ഞാനും മക്കളും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. ഒരു ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ അഴിമതിക്കൂട്ടങ്ങളും ഈ കള്ളത്തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളും ചേർന്നുകൊണ്ട് അദ്ദേഹം ഇത്രയും സാത്വികനായ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ കത്ത് അരുണിൻ്റെ കയ്യിലുണ്ടല്ലോ. നമ്മൾ ഈ കത്ത് വായിച്ചിട്ടുള്ള ആളുകളല്ലേ. എത്ര സുതാര്യമായിട്ടാണ് അദ്ദേഹം ആ കത്തും അതിൻ്റെ വിഷയവും അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കള്ളത്തരം അദ്ദേഹം ചെയ്യുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ മറച്ചു വെക്കാമായിരുന്നു, സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്തുകൾ എത്ര സത്യസന്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഭരണം പിടിക്കാൻ ഞങ്ങളുമായി ചേർന്നുകൊണ്ട് ഉള്ള സംവിധാനത്തെ മറിച്ചിടാൻ നിങ്ങൾ നടത്തിയ അഴിമതിയെക്കുറിച്ചാണ് ശ്രീ വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുള്ള നഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരിക എന്നുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. സർക്കാർ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ നിരന്തരമായി കോൺഗ്രസിനെതിരെ പടവെട്ടുന്നു എന്ന് പറയുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാത്തത്? ശ്രീ ഗോപിനാഥൻ സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അതെല്ലാം കൊടുത്തു തീർത്തുവെന്നാണ്. നമ്മൾ ഈ കത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കൊടുത്തു തീർത്തിട്ടുണ്ട് ശ്രീ ഗോപിനാഥൻ. അങ്ങ് ഈ കത്ത് കൃത്യമായി വായിക്കാത്തതുകൊണ്ടാണ്. ആ പണം നിങ്ങൾ കൊടുത്തു തീർത്തു എന്ന് പറയുന്ന പണം മുഴുവൻ കൊടുത്തിട്ടുള്ളത് ശ്രീ വിജയൻ അദ്ദേഹം ലോൺ എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ലോൺ എടുത്ത് കൊടുത്ത് തീർത്ത കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ അഹങ്കാരത്തോടുകൂടി പറയുന്നത്. ഞങ്ങൾ ആ പണമെല്ലാം കൊടുത്തു തീർത്തു എന്ന്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.
കൂടിയുണ്ട്. ഗോപിനാഥ് പറയുന്ന പ്രകാരം ആ പണമിടപാടുകളെല്ലാം തീർത്തിട്ടുണ്ട്. പക്ഷേ തീർത്തത് വിജയനും ഇടപാടുകാരും തമ്മിലുള്ള കാര്യമാണ്. അരുൺ, ആ പണമെല്ലാം തീർത്തത് പാർട്ടിയല്ല. ആ പണമെല്ലാം തീർത്ത് ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ ചെക്ക് കൊടുത്ത്, അദ്ദേഹം പണം കടം വാങ്ങി, അദ്ദേഹം ലോൺ എടുത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കേണ്ട സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി ഒരു പാർട്ടിക്ക് വേണ്ടി. എന്നിട്ടാണ് ഈ കാട്ടുകള്ളന്മാർ പറയുന്നത് പാർട്ടി അദ്ദേഹത്തിനോട് യാതൊരു വിധേയത്വവും ഇല്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പണമെടുത്തതായിരിക്കും. നമുക്ക് പറയാം, ഈ പൊതുജനങ്ങളുടെ മുൻപിൽ നമുക്ക് എന്ത് കള്ളത്തരവും പറയാനുള്ള ശ്രമം നടത്താം, പാർട്ടിക്ക് വേണ്ടി പറയാം. പക്ഷേ ആ കുടുംബവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ ആത്മാവും അത് പൊറുക്കുമോ ശ്രീ ഗോപിനാഥൻ? നിങ്ങളുടെ പാർട്ടി ആലോചിക്കട്ടെ. ഇത് പൊറുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് റഫീഖിലേക്ക് ഒരിക്കൽ കൂടി. റഫീഖ്, ഇനി എന്താണ് സമരപരിപാടി? നിലവിൽ പാർട്ടി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തെ ഓൺ ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുംബത്തിനെതിരെയുള്ള നിലപാടാണ് ഇരുവരും സ്വീകരിച്ചിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി എന്ന പ്രതിപക്ഷ നേതാവ് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണെന്ന് പാർട്ടി പ്രസിഡന്റ്. ഗോപിനാഥ് പറയുന്നത് പാർട്ടി അവർക്ക് എന്തെങ്കിലും ഇനി കമ്മിറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് ആ പാർട്ടി ഏറ്റെടുക്കാൻ ശ്രമിക്കുമെന്നാണ് ഗോപിനാഥ് പറയുന്നത്. പക്ഷേ ഗോപിനാഥിന് ഉറപ്പില്ല. റഫീഖ്, അല്ല, ഇവിടെ ഈ ഗോപിനാഥ് പറയുന്നത് കേട്ടാൽ തോന്നും അദ്ദേഹം വളരെ ഒരു പ്രശ്നവും ഇതിലില്ലാത്ത ആൾ. അദ്ദേഹം ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടികളുടെ സർചാർജ് നേരിടുന്ന ആളാണ്. അദ്ദേഹം നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബത്തേരി കോടതിയിൽ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വിജയേട്ടൻ എഴുതി വെച്ച കത്തിൽ പറയുന്ന ഇവരുടെ പേരാണല്ലോ. പിന്നെ ഇവർ പണം കൊടുത്തു തീർത്തു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ താമരച്ചാലിൽ ഐസക്ക് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി കൊടുത്ത പണത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചല്ലോ കഴിഞ്ഞ ദിവസം. ഈ അടുത്ത ദിവസമല്ലേ? പഴയ കത്താണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ പിന്നെ അതുപോലെ തന്നെ പത്രോസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി കൊടുത്ത പണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ബിജു പരസ്യമായി പ്രതികരിച്ചല്ലോ. അങ്ങനെ ആളുകൾ തന്നെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിയമനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പണത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ വിജയേട്ടൻ്റെ കത്തിലും വളരെ കൃത്യമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ആദ്യം അത് പറഞ്ഞപ്പോഴാണ് ഗോപിനാഥിന് പങ്കില്ല എന്ന രൂപത്തിൽ പറയുന്നത്. ഗോപിനാഥിനെ കുറിച്ച് ഇതിൽ പറയുന്നു, 15 ലക്ഷം രൂപയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു, IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ പറയുന്നു, അതുപോലെ ND അപ്പച്ചനുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ മേൽപ്പറഞ്ഞ നേതാക്കളാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി. അതിൽ പരം വേറെ എന്താണ് ഈ ഉത്തരവാദിത്തത്തിന് നമ്മൾ തെളിവ് നൽകേണ്ടത്? അതുകൊണ്ട് ഇത് കൃത്യമായി തെളിവുകളുള്ള കാര്യമാണ്. ഇവിടെ ഒരു വിഷയം കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട്, അതാണ് KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു നേരം പോലും ഇങ്ങോട്ട് വരാൻ തയ്യാറാവാതെ ഇപ്പോഴും കുടുംബത്തെ ആക്ഷേപിക്കുന്നു. കുടുംബത്തെ ആക്ഷേപിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കാരണം ഇത് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകും. ഇതിലെ തെറ്റുകാരാണ് എന്ന് പൊതുസമൂഹം, ഈ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുകാരനാണെന്ന് കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ പ്രക്ഷോഭവുമായി CPI മുന്നോട്ട് പോകും. ഒരു അണുകൂട വിട്ടുകൊടുക്കാത്ത രൂപത്തിലുള്ള പ്രക്ഷോഭവുമായി പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ വർഗഭോജന പ്രസ്ഥാനങ്ങളുമെല്ലാം ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയും ഈ ആളുകൾക്ക്, ഈ കുറ്റം ചെയ്തവരെ തുറുങ്കിലടക്കുന്നവരെയുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇത് ഒരു മനുഷ്യൻ, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രകാലം ജീവിച്ച ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം തൻ്റെ ഭിന്നശേഷിയുള്ള മകന് മറ്റൊരു ആശ്രയമില്ലാതാവുമെന്ന് കരുതി അവനെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് കടക്കേണ്ടി വന്ന അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞൊരു സംഭവമാണ് ഇത്. കേരളത്തിൽ ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ ക്രൂരത ഇനി ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. അതിനനുസരിച്ചുള്ള ശിക്ഷ ഇവിടെ ഉണ്ടാകേണ്ടത്. അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ തീവട്ടിക്കൊള്ളയാണ് ഇതിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അത് കൃത്യമായി നിയമത്തിന് മുമ്പിൽ ഇതും പുറത്തു വരേണ്ടതായി. ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ കോൺഗ്രസ് ചെന്ന് പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഊരാക്കുടുക്കിലാണ്. ഒരു ഭാഗത്ത് ഗോപിനാഥിനെ പോലെയുള്ള ആളുകൾ നിസ്സഹായരായി ഈ വിജയേട്ടനെ തള്ളിപ്പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ആ കത്തിൽ സാങ്കേതികമായ ആത്മഹത്യക്കുറിപ്പാണോ എന്നൊരു നിയമവശമായിരിക്കും ഇവർ ഒരുപക്ഷെ അഭിഭാഷകരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിലവരെ കൊടുക്കുന്നത് ഒരു ഡോക്യുമെൻ്റ്, മറ്റാരും പുറത്ത് കണ്ടിട്ടില്ലാത്തൊരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് അയാൾ രഹസ്യമായ ഒരു രഹസ്യ ഡയറി എഴുതിയാൽ പോലും അത് ആത്മഹത്യക്കുറിപ്പായി അതിനോടനുബന്ധമായ മറ്റൊരു കുറിപ്പുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ ആത്മഹത്യക്കുറിപ്പായി പരിഗണിക്കേണ്ടി വരും. അത് ആ അർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യക്കുറിപ്പാണ് സാങ്കേതികമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പരിമിതമായ നിയമബോധ്യത്തിൽ ഇതുകൊണ്ട്. അപ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഈ ഊരാക്കുടുക്കിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെയാണ് കരകയറുക? എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത്? ഇനിയും ഈ കുടുംബത്തെ ആക്ഷേപിക്കാതെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ KPCCക്കും ഒപ്പം തന്നെ DCCക്കും ഒക്കെ ആർജവം ഉണ്ടാകുമോ? ജോർജ് പൊടിപ്പാറ. അരുൺ, ആദ്യം തന്നെ താങ്കൾ അവസാനം പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇപ്പൊ ഇതുവരെ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ വാക്കുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ആലോചനയില്ലാതെ
എന്തോ വളരെ വായിൽ വരുന്നത് അതേപടി പറയുന്ന ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അന്തം കുന്തം ഇല്ലാത്ത വേദനിക്കുന്ന ഒരു കുടുംബം, അച്ഛനെയും കൂടപ്പുറപ്പിനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തോട് ഉപയോഗിക്കേണ്ട വാക്കുകളല്ല ഇത്. അതുപോലെ തന്നെ സാങ്കേതികത്വം പറഞ്ഞു ഊരുകയല്ല. അതായത് 50 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടി ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം സാമ്പത്തിക ഭാരങ്ങളും ബാധ്യതകളും ഏറ്റെടുത്ത് കുടുംബത്തെ മറന്ന് പാർട്ടിയെ സ്നേഹിച്ച ഒരു മനുഷ്യനോട് പാർട്ടി ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അദ്ദേഹം മരിച്ച ശേഷം തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ അവിടെ എത്തേണ്ടതായിരുന്നു, ആ കുടുംബത്തെ കാണേണ്ടതായിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ സംഗതികളെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഇതിനകത്ത്. ഇത് എന്നെഴുതിയ കത്താണ്, യഥാർത്ഥത്തിൽ ഈ കത്തിനകത്ത് ഇപ്പൊ ഈ ഗോപിനാഥൻ അവകാശപ്പെട്ടതുപോലെ ഇതിനകത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കടബാധ്യതകളൊക്കെ കൊടുത്തു തീർത്തതാണോ, അതോ കൊടുത്തു തീർത്തത് ഇദ്ദേഹം തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണോ? നേരത്തെ എന്റെ സുഹൃത്ത് കൃഷ്ണദാസ് പറഞ്ഞ പോലെ അദ്ദേഹം സ്വയം സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് പണം കടം വാങ്ങി കൊടുത്തു തീർത്തതാണോ, അതോ ബാലകൃഷ്ണനെ പോലുള്ളവർ ആളുകൾ പാർട്ടി തന്നെ മുൻകൈ എടുത്ത് പാർട്ടിക്കകത്ത് വയനാട് കോൺഗ്രസ് കമ്മിറ്റി തന്നെ കൊടുത്തു തീർത്തതാണോ? അല്ലെങ്കിൽ ഇപ്പൊ ബാലകൃഷ്ണൻ പറയുന്നു വളരെ എളുപ്പത്തിൽ താൻ കുറ്റവാളിയാണെന്ന് ആ കത്തിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്നു. മറ്റു രണ്ടുപേര് ND അപ്പച്ചനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും കുറ്റക്കാരാണെന്ന് പറയുന്നു. സത്യത്തിൽ ബാലകൃഷ്ണൻ കുറച്ചുകൂടി സന്തോഷിക്കേണ്ട, ഞാൻ മാത്രമല്ല മറ്റൊരു രണ്ടുപേരും ഉണ്ട്, എന്നേക്കാൾ വലിയൊരു ആ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അവർക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ആർക്കും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ് ആരും. ഇതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ ശരിയാണ്. ജോർജ് പൊടിപ്പാറ, താങ്ക് യു ശ്രീ ജോർജ് പൊടിപ്പാറ. ശ്രീ കൃഷ്ണദാസ്, ഒരൊറ്റ ചോദ്യം കൂടി. BJPയെ പ്രതിഷേധത്തിൽ PP ദിവ്യ അടക്കമുള്ള കാര്യത്തിൽ കണ്ടതുപോലെയുള്ള ഒരു ആവേശം ഇക്കാര്യത്തിൽ കാണുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമോ BJP? അരുൺ, ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ കുറ്റക്കാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതിന് മുകളിലുള്ളവർക്കും ഇതിൻ്റെ റിപ്പോർട്ടുകൾ പോയിട്ടുണ്ട്, ഇതിൻ്റെ വിവരങ്ങളുണ്ട്. അവരൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ, അവിടുത്തെ MP പ്രതികരിക്കുന്നില്ലല്ലോ, എല്ലാത്തിനും ചാടി വീഴുന്ന ആളുകളല്ലേ. എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ശ്രീ റഫീഖിനോട് ഒരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ള ഈ ചർച്ചയിൽ അരുൺ, അങ്ങ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ, അങ്ങ് ഒരു സമരത്തെക്കുറിച്ച് പറയുന്നതിന് പകരം അങ്ങ് മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഇതിലെ കുറ്റവാളികൾ മുഴുവൻ പുറത്തു വരില്ലേ, കൃത്യമായ അന്വേഷണം നടക്കില്ലേ? അതുകൊണ്ട് ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിലെ കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മരണപ്പെട്ടിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു, അദ്ദേഹത്തിന്റെ മരണത്തിൽ ഉത്തരവാദികളായവർ ആരായാലും പുറത്തു വരണം. ഒറ്റ വാചകം റഫീഖ്, ഒറ്റ വാചകത്തിന് സമയമുള്ളൂ. ശ്രീ അരുൺ, അല്ല അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടും. ഇതിൽ നേരത്തെ താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് BJPയുടെ പ്രതിനിധി മറുപടി പറഞ്ഞില്ല. അതായത് 10 ലക്ഷം രൂപ നൽകിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കളുമായി ഡീൽ നടത്തിയതിനെക്കുറിച്ച് ഈ കത്തിൽ വിജയേട്ടൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് BJPയുടെ നേതാവ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും CPM ഈ വിഷയത്തിലും CPMനെയും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ സഹായിക്കുന്ന നിലപാടാണല്ലോ അദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. അന്വേഷണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ ഇവരെ എല്ലാം കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. MLA പുറത്താക്കാൻ തയ്യാറാകുന്നില്ല. മുറിവേൽപ്പിക്കാത്ത പരാമർശങ്ങളെങ്കിലും ഈ മുതിർന്ന നേതാക്കൾ നടത്താൻ ശ്രമിക്കണം. അത് ആ കുടുംബത്തെ ഓർത്ത് മാത്രമല്ല, 50 വർഷം പാർട്ടിക്കു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ഒരു നേതാവിനെ ഓർത്ത്, മരണത്തിൽ പോലും ആ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവിനെ ഓർത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആ കുടുംബത്തെ അപമാനിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. അവർ അന്തമുള്ളവരാണ്, പക്ഷേ കുന്തമുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പത്മജ M നന്ദി ചർച്ചയിൽ ചേർന്നതിന്. K റഫീഖ് CPM പ്രതിനിധി, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP പ്രതിനിധി, ജോർജ് പൊടിപ്പാറ, ഒപ്പം KK ഗോപിനാഥ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.